glorious moments. ഇതിൽ ഉൾപ്പെടെ അനേകം സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പാസ്റ്റർ ഷിബു പീഡിക്കലിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളൂ. ഡിബേറ്റിൽ എതിർഭാഗം വാദിക്കുവാൻ ഡിട്രോയിറ്റിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്നത് എഴുത്തുകാരനും സ്വതന്ത്ര ചിന്തകനുമായ ശ്രീ ജെയിംസ് കുരിക്കാട്ടിലാണ്. അദ്ദേഹം മലയാളിയുടെ കപട സദാചാര ബോധത്തെ തുറന്നു കാട്ടുന്ന മല്ലു ക്ലബിലെ സദാചാര തർക്കങ്ങൾ എന്ന കഥാസമാഹാരവും ഒരു അവിശ്വാസിയുടെ പ്രാർത്ഥനകൾ എന്ന കവിതാ സമാഹാരത്തിന്റെയും രചയിതാവാണ്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും മത തീവ്രവാദത്തിനും എതിരെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ശ്രീ ജെയിംസ് കുരിക്കാട്ടിലിനെയും ഞാൻ ഈ സംവാദ വേദിയിലേക്ക് സ്വാഗതം ചെയ്തോളും. ഡിബേറ്റ് ഫോർമാറ്റോടെ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ആദ്യ റൗണ്ട് വിഷയാവതരണമായിരിക്കും. അത് 20 മിനിറ്റ് വീതം ഇരു സംവാദകർക്കും ലഭിക്കുന്നതാണ്. തുടർന്നുള്ള 10 മിനിറ്റ് വീതം ഉള്ള 2 റിബറ്റൽ റൗണ്ട്സ് ഉണ്ടായിരിക്കുന്നതാണ്. ഒടുവിൽ ഉള്ള 10 മിനിറ്റ് ഇരു സംവാദകർക്കുമായി 5 മിനിറ്റ് വീതം Q&A സെക്ഷനും ഉണ്ടായിരിക്കുന്നതാണ്. സംവാദകരുടെ അനുവാദപ്രകാരം ആദ്യമായി ശ്രീ ജെയിംസ് കുരിക്കാട്ടിൽ വിഷയാവതരണത്തിനായി ക്ഷണിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥന ഫലിക്കുമോ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ സംവാദം നടത്താൻ എത്തിച്ചേർന്നിരിക്കുന്ന ആദരണീയനായ പാസ്റ്റർ ഷിബു പീഡിയക്കൽ, ഈ സംവാദത്തിൻ്റെ മോഡറേറ്റർ ഷീന മാത്യു, അതോടൊപ്പം ഈ എസൻസ് ഫസ്റ്റിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ ആദരവോടെ ഈ സംവാദത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രാർത്ഥന ഫലിക്കുമോ? വിഷയം ഒരു ചോദ്യമാണ്, ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അതിനൊരു ഉത്തരം പറഞ്ഞു തന്നെ തുടങ്ങാമെന്ന് കരുതുകയാണ്. ഇല്ല, പ്രാർത്ഥന ഫലിക്കില്ല. ലോക ചരിത്രത്തിൽ ഇന്നോളം ഒരു മനുഷ്യന്റെയും പ്രാർത്ഥന ഫലിച്ചിട്ടില്ല. അത് നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവങ്ങളോടാണെങ്കിലും പ്രാർത്ഥന ഫലിക്കില്ല. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവവും ഈ ഭൂമിയിലുമില്ല, ആകാശത്തുമില്ല. ലോകത്ത് ഏതാണ്ട് 4200ഓളം മതങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജനിച്ച മതങ്ങളുണ്ട്. സിഖ് മതം, ജൈനമതം, ബുദ്ധമതം, അങ്ങനെ ഇന്ത്യയിലേക്ക് വന്ന മതങ്ങളുണ്ട്. ക്രിസ്തു മതവും ഇസ്ലാം മതവും ഒക്കെ. ഇങ്ങനെ ഏതാണ്ട് 4200ഓളം മതങ്ങളുണ്ട്. ഈ മതങ്ങൾക്കെല്ലാം ഒരു ദൈവം വെച്ച് മിനിമം ഉണ്ട്, അപൂർവം ബുദ്ധമതം പോലെയുള്ള മതങ്ങൾ ഒഴിച്ചാൽ. പക്ഷെ അതേ സമയത്ത് ഹിന്ദു മതം പോലെയുള്ള മതങ്ങൾക്ക് ആയിരക്കണക്കിന് ദൈവങ്ങളുമുണ്ട്. നമ്മൾ 33 കോടി ദൈവങ്ങൾ എന്നാണ് പറയുന്നത്. എങ്കിലും ഏറെക്കുറെ ഒരു 50,000 ദൈവങ്ങളെ ഇന്ന് മനുഷ്യർ ആരാധിക്കുന്നുണ്ട്, പൂജിക്കുന്നുണ്ട്. നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും, നിങ്ങൾ ക്രിസ്തു മതത്തിലാണ് ജനിച്ചതെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ യേശുവിനോടായിരിക്കും പ്രാർത്ഥിക്കുക. നിങ്ങൾ ഹിന്ദു മതത്തിലാണ് ജനിച്ചതെങ്കിൽ സ്വാഭാവികമായും കൃഷ്ണനോ ശിവനോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ ദൈവം. നിങ്ങളൊരു ഇസ്ലാം മതത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ ദൈവം അള്ളാഹു ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഏത് മതത്തിൽ ജനിച്ചവനാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഏത് ദൈവത്തോടാണെങ്കിലും ഈ ഭൂമിയിൽ ഒരു ഇല അനങ്ങില്ല. കാരണം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ഈ ദൈവങ്ങൾ ഒരുത്തനും ആകാശത്തിരിപ്പില്ല. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. പിന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ സാധിക്കുന്ന കാര്യങ്ങൾ അതേത് നിരീശ്വരവാദിയുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാതെ തന്നെ നടക്കുന്ന സഹജവും സാധ്യവുമായ ഇന്നേറ്റ് ആൻഡ് ഇൻഹെറന്റ് ആയ കാര്യങ്ങൾ മാത്രമാണ് ഈ വിശ്വാസിയുടെ ജീവിതത്തിലും പ്രാർത്ഥിച്ചാൽ നടക്കുന്നത്. ബൈബിളില് യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ വീഴുമെന്ന്. വീഴുമോ? വീഴില്ല. ഞാൻ ആ വരികളെ ഒന്ന് തിരിച്ചിടുകയാണ്. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് മാറാനല്ല, നിങ്ങൾക്കൊരു മലയോളം വിശ്വാസമുണ്ടെങ്കിൽ ഒരു കടുകുമണി അതിരിക്കുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് നനക്കാനാവില്ല. അതിന് ഇവിടെ ഇപ്പം ഒരു ഇല ഇവിടെ വെച്ചിട്ട്
അതിനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ഒന്നുകിൽ കൈകൊണ്ട് അത് പിക്ക് ചെയ്ത് എടുത്ത് മാറ്റണം, അല്ലെങ്കിൽ ഒരു കാറ്റ് അടിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ശക്തിയായിട്ട് ഊതിയാൽ ഒരു പക്ഷെ മാറിയേക്കാം. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരു ഇല അനങ്ങില്ല. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ഈ പറഞ്ഞ യേശു, വിശ്വാസം ഉണ്ടെങ്കിൽ മല പോയി വീഴുമെന്ന് പറഞ്ഞ യേശു ഒരിക്കൽ പ്രാർത്ഥിച്ചിരുന്നു കേട്ടോ. കുരിശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചായിരുന്നു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റി തരണമെന്ന്. മാറ്റി കൊടുത്തോ? ഇല്ല. പിതാവിന് യേശുവിന്റെ കാര്യത്തിൽ വലിയ താല്പര്യം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്താണെന്നറിയും, അങ്ങനെ ഒരു പിതാവ് ആകാശത്തില്ലാത്തത് കൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത് കേൾക്കാൻ. യേശുവിന്റെ തോന്നലുകളായിരുന്നു ഞാൻ ദൈവപുത്രനാണെന്നൊക്കെ, അല്ലെങ്കിൽ പിന്നീട് മനുഷ്യര് അങ്ങനെ ആക്കി തീർത്തതാണ്. പക്ഷെ കേൾക്കാൻ ഒരു പിതാവും മോളിലില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രാർത്ഥന ഫലിക്കാതെ പോയത്. ഇവിടെ ബൈബിളിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. സാത്താൻ യേശുവിനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരുന്നു കൊണ്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ദൈവവും സാത്താനും തമ്മിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടാൻ മിണ്ടാതെ പിണങ്ങി മാറി നടക്കുന്നവർ. അങ്ങനെയൊന്നുമല്ല. അവര് വളരെ ദേവർ ഇൻ വെരി ഗുഡ് ടൈംസ്. അപ്പം സാത്താൻ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്കൊരു വഴി വരെ പോകാന്ന് പറഞ്ഞു. എന്നാൽ യേശു ഞാൻ നിന്റെ കൂടെ ഒന്നും വരികയില്ല എന്ന് പറഞ്ഞ് മാറി നിന്നൊന്നുമില്ല. അവർ വർത്താനൊക്കെ പറഞ്ഞവർ പോയി. സാത്താൻ എങ്ങോട്ടാണ് യേശുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതെന്നറിയോ? ജെറൂസലേം ടെമ്പിളിന്റെ ഹയസ്റ്റ് മൗണ്ടിലേക്കാണ്, ഏറ്റവും ഉയരം കൂടിയ. ബൈബിളിൽ അതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ചെന്നിട്ട് സാത്താൻ യേശുവിനോട് പറയാണ്, ഡേ നീ വലിയ ദൈവപുത്രനാണെന്നൊക്കെ വീമ്പ് പറയുന്നവനാണ്, നിനക്ക് ഇവിടെ നിന്ന് താഴേക്കൊന്ന് ചാടാൻ പറ്റും, നിനക്കൊന്ന് ചാടാൻ പറ്റും. നിനക്കെന്താ ചാടിയാല്? നീ ദൈവപുത്രനല്ലേ, ദൈവം മാലാഖമാരുടെ ഒരു വ്യൂഹം വന്ന് നിന്നെ താങ്ങിക്കൊള്ളില്ലേ എന്ന് യേശുവിനോട് ചോദിക്കുന്നുണ്ട്. യേശു ചാടിയില്ല കേട്ടോ. അന്നാണ് മോഹൻലാൽ പറഞ്ഞ ആ ഡയലോഗ് ആദ്യം പറഞ്ഞത് യേശുവാണ്. പോമോനെ ദിനേശ എന്നാണ് യേശു പറഞ്ഞത്. യു ഗോയവേ എന്നാണ് പറഞ്ഞത്. കാരണം യേശുവിനറിയാം അവിടെ നിന്ന് ചാടിയാല് തട്ടിപ്പോകുന്നറിയാം. ഏറ്റവും പറഞ്ഞത് കാലൊടിയുന്നെങ്കിലും അറിയാം. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ആ റാഷണൽ ബുദ്ധി യേശുവിനുണ്ടായിരുന്നു. പുള്ളിക്കറിയായിരുന്നു ഞാൻ ദൈവമോ അല്ല ദൈവപുത്രനോ അല്ല, താഴേക്ക് ആടിയാൽ തട്ടിപ്പോകുന്നു. ഇപ്പൊ ഇതൊരു ചലഞ്ചായിട്ട് ഞാനിപ്പോ പാസ്റ്ററോട് പറയാം, പാസ്റ്റർ ഈ കെട്ടിടത്തിന്റെ മണ്ടേ കയറി, ഈ കെട്ടിടത്തിന് അത്ര ഉയരമില്ല, ഒരു ഉയരം കൂടി കെട്ടിടത്തിന്റെ മണ്ടേന്ന് താഴേക്ക് ചാടാവോ? പാസ്റ്റർ പിന്നെ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെന്ന് ഡിബേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ആളല്ലേ, പ്രാർത്ഥിച്ചാൽ എന്ത് നടക്കുമെന്ന് വിശ്വസിക്കുന്ന ആളല്ലേ, ചാടാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാസ്റ്റർ ചാടില്ല. പാസ്റ്റർ ആ ഡയലോഗ് തന്നെ, യേശു പറഞ്ഞ ഡയലോഗ് തന്നെ പറയും, പോ ജെയിംസേ, പോ മോനെ ദിനേശാൻ തന്നെ പറയും. കാരണം പാസ്റ്റർക്ക് അറിയാം പ്രാർത്ഥന ഫലിക്കുമെന്ന് ഡിബേറ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നതെങ്കിലും പാസ്റ്റർക്കറിയാം മോളിൽ നിന്ന് ചാടിയാൽ, പ്രാർത്ഥിച്ചുകൊണ്ട് ചാടിയാൽ ഒരു ദൈവവും പാസ്റ്ററുടെ പ്രാർത്ഥന കേൾക്കില്ല എന്നും, ഈ പ്രപഞ്ച നിയമങ്ങളെ മാറ്റാൻ നമുക്കറിയാം താഴേക്ക് വീഴുന്നത് ഭൂഗുരുത്വ നിയമങ്ങൾക്കനുസരിച്ചാണ്. ആ ഭൂഗുരുത്വ നിയമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു സോഫ്റ്റ് ലാൻഡിങ് താഴേക്ക് തരാൻ ഒരു ദൈവവും മോളിൽ ഇരിപ്പില്ല എന്ന് പാസ്റ്റർക്ക് നന്നായിട്ട് അറിയാം. പാസ്റ്റർ അതുകൊണ്ട് പ്രാർത്ഥിക്കുകയില്ല, പാസ്റ്റർ അതുകൊണ്ട് ചാടുകയില്ല. ഡിബേറ്റിൽ ഒരു പക്ഷേ ഡിബേറ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യില്ല. ഇപ്പം ഒരു നിരീശ്വരവാദിയുടെ ജീവിതത്തിൽ സാധിക്കുന്നതേ നിങ്ങൾ എത്ര വിശ്വാസിയാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നടക്കുള്ളൂ. സാധാരണ രീതിയിൽ കൂടെ വിശ്വാസികൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? നിങ്ങൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ പ്രാർത്ഥിക്കും, ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, പിന്നെ മക്കളുണ്ടായി കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർ പരീക്ഷ ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും, അവർ പിന്നെ ജോലി കിട്ടാൻ വേണ്ടി, അവർക്ക് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ പിന്നെ എപ്പോഴെങ്കിലും ഒരു അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ട് ആ അസുഖം മാറണേന്നും കൂടെ പ്രാർത്ഥിക്കും. ഇതൊക്കെ ഒരു പ്രാർത്ഥനയും നടത്താതെ ഒരു നിരീശ്വരവാദിയുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കാത്ത നിരീശ്വരവാദിയുടെയും, ഞങ്ങളെല്ലാവരും പഠിച്ച് നല്ല മാർക്കോട് തന്നെ പരീക്ഷകൾ പാസ്സായി ഡിഗ്രികളെല്ലാം എടുത്ത് ജോലിയും കിട്ടി ഇവിടെ അമേരിക്കയിൽ വന്ന് മക്കളായി വീടായി, ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാതെ തന്നെ നടന്ന ഈ കാര്യങ്ങളെ നിങ്ങൾ പ്രാർത്ഥിച്ചാലും നടക്കും. അതല്ലാതെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ കണ്ണാടി വെച്ചിട്ടുണ്ട്, എനിക്ക് ഷോർട്ട് സൈറ്റ് ആണെന്ന് പിന്നെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. ഞാൻ എന്താ ചെയ്തത്? ഞാനൊരു ഐ ഡോക്ടറുടെ അടുത്ത് പോയി, ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ റെറ്റീനയിൽ പതിക്കുന്ന സൂര്യപ്രകാശം, ദ സൺലൈറ്റ്
ഇത് ചെയ്യുന്നത് റെറ്റിനയ്ക്ക് മുമ്പായതുകൊണ്ടാണ്. അപ്പോൾ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്യുന്നു, പിന്നെ മോഡേൺ മെഡിസിൻ അതിന് ഒരു പരിഹാര മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്ലാസ് വെച്ച് നിങ്ങളുടെ ഷോർട്ട് സൈറ്റ് പരിഹരിക്കാം. ഞാൻ അതാണ് ചെയ്തത്. ഇനി അഥവാ ഗ്ലാസ് വെക്കാൻ മടിയാണെങ്കിൽ വീണ്ടും മാർഗമുണ്ട്, കോൺടാക്ട് ലെൻസ് കണ്ണിൻ്റെ അകത്ത് വെക്കാം. ഇനി അതും വേണ്ടെങ്കിൽ ലാസിക്ക് പോലുള്ള ലേസർ ചികിത്സ ചെയ്ത് നിങ്ങൾക്കത് റെക്ടിഫൈ ചെയ്യാം. ഇനി ഒരു പിന്നെ വിശ്വാസിയായ പ്രാർത്ഥന ഫലിക്കുമെന്ന് കരുതുന്ന പാസ്റ്ററും കണ്ണാടി വെച്ചിട്ടുണ്ട്. ഞാൻ കരുതുന്നത് പാസ്റ്റർക്ക് ഷോർട്ട് സൈറ്റ് തന്നെയാണെന്നാണ്. പ്രാർത്ഥിച്ചാൽ പാസ്റ്ററുടെ ഷോർട്ട് സൈറ്റ് മാറുമോ? ഇല്ല. എൻ്റെ ചോദ്യം അതല്ല. ഷോർട്ട് സൈറ്റ് മാറാൻ വേണ്ടി പാസ്റ്റർ പ്രാർത്ഥിക്കുമോ? അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും, ഇപ്പോൾ ഇവിടെ കണ്ണാടി വെച്ചിരിക്കുന്ന പലരും ഉണ്ട്, ഇക്കൂട്ടത്തിൽ വിശ്വാസികളും ഉണ്ട്, നിരീശ്വരവാദികളും ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ വിശ്വാസികൾ ആരെങ്കിലും ഷോർട്ട് സൈറ്റ് ആണെന്ന് ഡയഗ്നോസ് ചെയ്താൽ ആ ഷോർട്ട് സൈറ്റ് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ക്യാൻസർ വന്നാൽ വരെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ക്യാൻസർ മാറാൻ വേണ്ടി എന്താ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടാണ്, കീമോതെറാപ്പിയും ഇതും എല്ലാം എടുത്തതിന് ശേഷമാണ്, റേഡിയേഷനും ഒക്കെ എടുത്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നത്, ആ രോഗത്തിന് എന്തെങ്കിലും ശമനം ഉണ്ടാകുന്നത്. പക്ഷേ ഷോർട്ട് സൈറ്റ് വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ലോക ചരിത്രത്തിൽ ഇന്നോളം ഷോർട്ട് സൈറ്റ് ഏതെങ്കിലും ഒരു വിശ്വാസി, ഏതെങ്കിലും ഒരു പുരോഹിതൻ, ഈ നാട്ടിലെ ധ്യാന ഗുരുക്കന്മാരുണ്ടല്ലോ, വട്ടായി, വളവനാൽ, നായിക്കാമ്പറമ്പ് എന്നൊക്കെ പറഞ്ഞ് ഈ പാർട്ടികളെല്ലാം കണ്ണാടി വെച്ചിട്ടുണ്ട്. അവരെന്തെല്ലാം അസുഖങ്ങൾ മാറ്റുന്നവരാണെന്നറിയാവോ? അവർ ക്യാൻസർ മുതൽ മൂലക്കുരു വരെ മാറ്റുന്നവരാണ് പ്രാർത്ഥിച്ച്. പക്ഷേ പാർട്ടികൾ ഈ ഷോർട്ട് സൈറ്റ് മാറുകയില്ല. കാരണം എന്താണെന്നറിയാമോ? മാറില്ല എന്നവർക്കറിയാം. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നറിയാം. ഈ പ്രാർത്ഥിക്കാതെ തന്നെ മാറുന്ന, നമുക്ക് രോഗം വന്നാൽ നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ പല കാര്യങ്ങളോടും നമ്മുടെ ശരീരം തന്നെ റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതിനോടൊപ്പം നമ്മൾ മെഡിക്കേഷൻ കഴിച്ചാൽ ആ രോഗങ്ങൾക്ക് ചില രോഗങ്ങൾ മാറും. അതേ നടക്കുള്ളൂ. ഇനി അതല്ല, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നിങ്ങൾ തലയിൽ കഷണ്ടി വന്നു, പ്രാർത്ഥിച്ചിട്ട് ഒരു രോമം വളർത്താൻ നിങ്ങളെ കൊണ്ട് കഴിയും. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ കഷണ്ടി വന്നവർ ഇപ്പോൾ ഒത്തിരി പേര് ടർക്കിയിൽ പോയിട്ട് മുടി വെച്ച് പിടിപ്പിക്കുന്ന പരിപാടികൾ സയൻസിന് അത് ചെയ്യാൻ കഴിയും. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഒരു കഷണ്ടി ഉള്ള ഒരു മനുഷ്യന് മുടി വളർത്താമെങ്കിൽ ഞാനും വിശ്വസിക്കാം, ഞാനും മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാം. നടക്കുമോ? ഇല്ലെന്ന് മാത്രമല്ല, കഷണ്ടി വന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും ഇല്ലെന്നേ. ഒരു വിശ്വാസിയും പ്രാർത്ഥിക്കുകയില്ല. കാരണം നിങ്ങൾക്കറിയാം, ഏത് വിശ്വാസിക്കും അറിയാം, കഷണ്ടിയായി വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ മുടി വളരില്ല എന്നറിയാം. ഷോർട്ട് സൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിച്ചാൽ അവിടെ നടക്കില്ല. കണ്ണാടി പോയി വെക്കണമെന്ന് നിങ്ങൾക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കറിക്കരിയുമ്പോൾ നിങ്ങളുടെ വിരലിൻ്റെ ഒരു തുമ്പ് മുറിഞ്ഞു പോയി. ഇപ്പം ജോസഫ് മാഷ് ഇരിപ്പുണ്ട് ഇവിടെ, അദ്ദേഹത്തിൻ്റെ കൈ മത തീവ്രവാദികൾ വെട്ടി അയൽവക്കംകാരൻ്റെ വീട്ടുമുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞതാണ്. ആ മനുഷ്യനെ അതെടുത്തോണ്ട് പോയി പിന്നെ ആശുപത്രി പുറകെ പോയി. മെഡിക്കൽ സയൻസിന് അത് തുന്നിച്ചേർത്ത് ഇന്ന് ആ മനുഷ്യൻ ആ കൈ കൊണ്ട് പുസ്തകം എഴുതി, അതുകൊണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടി. മെഡിക്കൽ സയൻസിന് അത് പറ്റും. പക്ഷേ നിങ്ങളൊരു കറിക്കരിയുമ്പോൾ ഒരു വിരൽ തുമ്പ്, ഒരു തുമ്പ് മുറിഞ്ഞു പോയാൽ അത് പ്രാർത്ഥിച്ച തുമ്പ് വളർത്തിയെടുക്കാൻ കഴിയും. അല്ലെ, ഡയബറ്റീസ് വന്ന് പലരുടെയും കാലൊക്കെ മുറിച്ച് കളയേണ്ടി വരുന്നുണ്ട്. പിന്നെ മുറിച്ച് കളഞ്ഞ ആ ആംബ്യൂട്ടേറ്റഡ് ലിംബ് അത് റീഗ്രോ ചെയ്യാൻ പ്രാർത്ഥിച്ചാൽ നടക്കും. ഇല്ല, നിങ്ങൾ പ്രാർത്ഥിക്കൂ അതിനു വേണ്ടി. ഇല്ല, മുറിഞ്ഞു പോയ ഒരു ഭാഗം വളർന്നു വരില്ല എന്ന ഏത് വിശ്വാസിക്കും അറിയാം, ഏത് പുരോഹിതനും അറിയാം. അതുകൊണ്ട് പ്രാർത്ഥിച്ച് സമയം മെനക്കെടാൻ പോലും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് പിന്നെ ഈ പരീക്ഷ, ഈ ജോലി, ഈ കല്യാണം നടക്കൽ, വീട് മേടിക്കൽ, ഇതൊക്കെ പ്രാർത്ഥിക്കാത്ത ഞങ്ങൾ നിരീശ്വരവാദികളുടെയും ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കുള്ളൂ. ഷോർട്ട് സൈറ്റ് വന്നാൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ റെക്ടിഫൈ ചെയ്യില്ല. നിങ്ങളൊരു വിരലിൻ്റെ തുമ്പ് മുറിഞ്ഞു പോയാൽ നിങ്ങൾ പ്രാർത്ഥിക്കില്ലെന്നേ. കാരണം പ്രാർത്ഥിച്ച ഗുണമില്ലെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ വിശ്വാസികൾക്കറിയാം. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ നിരീശ്വരവാദികൾ പറയുന്നത് നിങ്ങൾ വിശ്വാസികൾക്കറിയാം പ്രാർത്ഥിച്ചാൽ നടക്കില്ലെന്ന്. നിങ്ങൾക്ക് ഡിബേറ്റ് ചെയ്യാനേ കഴിയൂ. ഈ യാഥാർത്ഥ്യം പക്ഷെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനിയും നമ്മൾ കോവിഡ് വന്നു ഇല്ലേ? കോവിഡ് കാലത്ത് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പള്ളികൾ പൂട്ടിയിട്ടു, നമ്മൾ അമ്പലങ്ങൾ പൂട്ടിയിട്ടു, ആരാധനാലയങ്ങൾ പൂട്ടിയിട്ടു, പ്രാർത്ഥിക്കാൻ പോയില്ല. എന്താ കാരണം? നമ്മൾ വിശ്വാസികൾക്കറിയാവുന്നത്, നിങ്ങൾ വിശ്വാസികൾക്കറിയാം, അവിടെ കൂട്ടം കൂടിയാൽ വൈറസ് പകരും, രോഗം കൂടുതൽ ആളുകളിലേക്ക് ബാധിക്കുകയുള്ളൂ. ദൈവം നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോയാൽ പിന്നെ ദൈവം ഈ കൊറോണ വൈറസിനെ തടയില്ലെന്ന് ഓരോ വിശ്വാസിക്കും അറിയാമായിരുന്നു, ഓരോ പുരോഹിതനും അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ പുരോഹിതർ തന്നെ പറഞ്ഞത് നിങ്ങളാരും പള്ളിയിലേക്ക് വരണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് വരണ്ടെന്ന്. പിന്നെ അവർ പറഞ്ഞതിൻ്റെ കാരണം അത് തന്നെയായിരുന്നു. പിന്നെ രോഗം പകരുകയുള്ളൂ എന്നറിയാമായിരുന്നു. ഇല്ലേ? എന്തേ നിങ്ങൾ പൂട്ടിയിട്ടത്? എന്തേ നിങ്ങൾ ആ പള്ളികളിലും അമ്പലങ്ങളിലും പോകാതിരുന്നത്? പോയാൽ രോഗം പകരുകയേ ഉള്ളൂ എന്നൊക്കെ അറിയായിരുന്നു. മോഡേൺ മെഡിസിൻ അതിന് വാക്സിൻ കണ്ടുപിടിച്ചു.
ഫൈസറും മൊഡോണയൊക്കെ വാക്സിൻ കണ്ടുപിടിച്ചു. വാക്സിൻ എടുത്തു കഴിഞ്ഞപ്പോൾ ധൈര്യമായി എല്ലാ വിശ്വാസിക്കും. എല്ലാ ടീമും മാളത്തിൽ നിന്ന് പുറത്തിറങ്ങി. എല്ലാ അമ്പലങ്ങളും സജീവമായി, എല്ലാ പള്ളികളും സജീവമായി. പക്ഷേ നിങ്ങൾക്കറിയായിരുന്നു ആ അസുഖം പറന്ന് പിടിച്ചപ്പോൾ നിങ്ങൾക്കറിയായിരുന്നു ഇപ്പം പുറത്തിറങ്ങിയാൽ, ഇപ്പം പള്ളിയിൽ പോയാൽ പണി കിട്ടുമെന്നറിയാമായിരുന്നു, ഇപ്പം അമ്പലത്തിൽ പോയാൽ പണി കിട്ടുമെന്നറിയായിരുന്നു. വീട്ടിലിരുന്നു നിങ്ങൾ വിശ്വാസികൾ വീട്ടിലിരുന്നു. കാരണം നിങ്ങൾ വിശ്വാസികൾക്കറിയാം പ്രാർത്ഥിച്ചാൽ കൊറോണ മാറില്ല എന്ന് നിങ്ങൾക്കറിയാം. അതിന് മോഡേൺ മെഡിസിൻ വാക്സിൻ കണ്ടുപിടിക്കണമെന്ന് നിങ്ങൾക്കറിയാം. ആ യാഥാർത്ഥ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പ്രാർത്ഥിച്ചാൽ ഇങ്ങനെയുള്ള മഹാമാരികൾ ഇതിനു മുമ്പ് വസൂരിയും പ്ലേഗും ഒക്കെ ഉണ്ടായപ്പോൾ അതിന് മോഡേൺ മെഡിസിൻ, അതിന് വാക്സിൻ കണ്ടുപിടിച്ചാണ് ഈ മനുഷ്യകൂലം അതിജീവിച്ചത്. പ്രാർത്ഥിച്ചില്ല, ആരും പ്രാർത്ഥിക്കാതെ, പക്ഷെ പ്രാർത്ഥിച്ചാൽ ഭേദമാകില്ല. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. നമ്മൾ ഇപ്പം രണ്ട് കക്ഷികൾ ഒരേ കാര്യത്തിൻ്റെ ഓപ്പോസിറ്റ് ഔട്ട്കമ്മിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഓപ്പോസിറ്റ് ഔട്ട്കമ്മിന് വേണ്ടി. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഒരു നിരീശ്വരവാദിയാണ്, പാസ്റ്റർ എൻ്റെ അയൽപക്കത്താണ് താമസിക്കുന്ന ഏരിയ, അദ്ദേഹം വിശ്വാസിയാണ്. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കം ഉണ്ടായി, ഞങ്ങൾ കോടതിയിൽ കേസിന് പോവുക. എൻ്റെ ഭാഗത്താണ് ന്യായം. ഞങ്ങൾ കോടതിയിൽ പോയാൽ പിന്നെ ദൈവം ന്യായമുള്ള എന്നെ കേസിൽ ജയിപ്പിക്കുവോ അതോ പാസ്റ്റർ അന്യായം ആണ് കാട്ടുന്നതെന്ന് കരുതുക. ദൈവവിശ്വാസി ആയതുകൊണ്ടും പാസ്റ്റർ പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ദൈവം പാസ്റ്ററുടെ പ്രാർത്ഥന കേട്ട് ആ കേസിൽ ജയിപ്പിക്കും. അങ്ങനെ പാസ്റ്ററെ പ്രാർത്ഥന കേട്ട് പാസ്റ്ററെയാണ് കേസിൽ ജയിപ്പിക്കുന്നതെങ്കിൽ ആ പാസ്റ്ററുടെ പ്രാർത്ഥന ഫലിച്ചു. പക്ഷേ നിങ്ങളുടെ ആ ദൈവം എന്നാ ടൈപ്പ് കൊണാണ്ടറിനാണെന്നേ, എന്നാ ടൈപ്പ് ദൈവം അത്? അല്ലെങ്കിൽ അത് പോട്ടെ, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുക, റഷ്യയും യുക്രൈനും തമ്മിൽ യുദ്ധം നടക്കുക. റഷ്യയിലുള്ളവരും പ്രാർത്ഥിക്കും യുദ്ധത്തിൽ ജയിക്കാൻ, ഉക്രൈനിലുള്ളവരും ജയിക്കും. ദൈവം ആരുടെ പ്രാർത്ഥന കേൾക്കും? ഇനി അല്ലെങ്കിൽ ഇപ്പം ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുക. സ്വാഭാവികമായിട്ടും അമേരിക്കയിലുള്ള കൂടുതൽ ക്രിസ്ത്യൻ സമൂഹമായതുകൊണ്ട് യേശുവിനോടായിരിക്കും പ്രാർത്ഥിക്കുക. ഇറാനിലുള്ളവർ അള്ളാഹുവിനോടായിരിക്കും പ്രാർത്ഥിക്കുക. ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? അതല്ലെങ്കിൽ ഏത് ദൈവം കേൾക്കും? ആ ഇഷ്യൂ ഉണ്ടല്ലോ, ഏത് ദൈവമാണ് ജയിപ്പിക്കേണ്ടത്? നിങ്ങൾക്കറിയാം, യുദ്ധത്തിൽ ജയിക്കുന്നത് ഏറ്റവും നല്ല അത്യന്താധുനികമായ ആയുധങ്ങളുള്ള, നല്ല യുദ്ധതന്ത്രങ്ങളുള്ള രാജ്യം ജയിക്കും. അത് സ്വാഭാവികമായിട്ടും അമേരിക്കയായിരിക്കും ജയിക്കുക. അങ്ങനെ ഉണ്ടായാൽ സാഹചര്യങ്ങൾ മാറുകയും ചെയ്യാം. പക്ഷെ അത് മാത്രമായിരിക്കും ആ യുദ്ധത്തെ നിർണ്ണയിക്കുക. നിങ്ങൾ എത്ര വിശ്വാസികൾ കരുതുന്നുണ്ട് ദൈവം ആകാശത്തിരുന്നു കൊണ്ട് ഒരു രാജ്യത്തെ, അവരുടെ വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നുണ്ട്, രാജ്യത്തെ ജയിപ്പിക്കുന്നു? ഇല്ലെങ്കിൽ അത് പോട്ടെ, ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമ്മൾ ക്രിക്കറ്റ് കളി നടക്കുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ക്രിക്കറ്റ് കളി. ഇന്ത്യയിൽ ഏതാണ്ട് 100 കോടി ഹിന്ദുക്കൾ ശിവനോടും കൃഷ്ണനോടും ഒക്കെ പ്രാർത്ഥിക്കുക ക്രിക്കറ്റ് കളി ജയിക്കാൻ വേണ്ടി. പാകിസ്ഥാനിലുള്ള 25 കോടി മുസ്ലിങ്ങൾ അള്ളാഹുവിനോടും പ്രാർത്ഥിക്കുക. ഏത് രാജ്യത്തെ ജയിപ്പിക്കും? ഏത് ദൈവം ജയിപ്പിക്കണം? പാകിസ്ഥാൻ ജയിച്ചിട്ടുണ്ട്, അള്ളാഹു ജയിപ്പിച്ചതാണെന്ന് നിങ്ങൾ വിശ്വാസികൾ എത്ര പേര് കരുതുന്നുണ്ട്? അല്ലെങ്കിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ട്, കഴിഞ്ഞ 2020 ഇന്ത്യ ജയിച്ചത്, ഹിന്ദു ദൈവങ്ങളാണ് ഇന്ത്യയെ കളി ജയിപ്പിച്ചതെന്ന് നിങ്ങൾ എത്ര പേര് കരുതുന്നുണ്ട്? അങ്ങനെ ഇവിടുത്തെ ഹിന്ദു വിശ്വാസികൾ കരുതിയാലും കളിച്ച സഞ്ജു സാംസൺ അത് അംഗീകരിക്കുകയല്ല. സഞ്ജു സാംസൺ അത് അംഗീകരിക്കുകയാണ്, കാരണം അയാൾ ക്രിസ്ത്യാനിയാണ്. അയാൾ യേശുക്രിസ്തുവിനോട്, അയാൾ യേശുക്രിസ്തു ഒറിജിനൽ ദൈവം, ബാക്കി ഒന്നും ദൈവമല്ലെന്ന് കരുതുന്ന ഒരാളാണ്. ഏതെങ്കിലും ദൈവം കളിയിൽ ജയിപ്പിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരു ദൈവവും ഒരു കളിയിലും ഇടപെടില്ലോട്ടെ. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് വരാൻ പോവുക, 48 രാജ്യങ്ങളാണ് കളിക്കാൻ പോകുന്നത്. ഈ 48 രാജ്യങ്ങളിലെ എത്ര ദൈവങ്ങളോട് ആ രാജ്യത്തുള്ള മനുഷ്യന്മാരൊക്കെ പ്രാർത്ഥിക്കും? ഏതെങ്കിലും ദൈവം അവരെ ഏതെങ്കിലും ഒരു രാജ്യത്തോട് താല്പര്യം തോന്നി ജയിപ്പിക്കും തോന്നുന്നുണ്ടോ? ഇല്ല. നന്നായി കളിക്കുക. പിന്നെ ഒരു കളി ജയിക്കാൻ പല സാഹചര്യങ്ങളും, ഇപ്പം ക്രിക്കറ്റ് കളിയിലാണ് ഒരു ദിവസം സെഞ്ചുറി അടിക്കുന്നത്, മറ്റേ ദിവസം 0-ൽ ഔട്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം കുറേയേറെ ടോസ് കിട്ടുമ്പോൾ മുതലുള്ള അപ്പം കുറേയേറെ സാഹചര്യങ്ങളും നന്നായി കളിക്കുന്ന ടീം ജയിക്കും. അത്രയേ ഉള്ളൂ. ഒരു ദൈവം ഈ കളിയിൽ ഇടപെട്ട് ജയിപ്പിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇനിയും ഈ പ്രാർത്ഥിച്ചിട്ട് ഗുണമുണ്ടായി എന്ന് പറയുന്ന ചില അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അതിൽ പ്രത്യേകിച്ചാണ് ഈ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്തവർ. ഈ അടുത്ത നാളിൽ ഒരു സെലിബ്രിറ്റി പറയുന്നത് കേട്ടു. അദ്ദേഹം ഒരു ഹിന്ദു മതവിശ്വാസിയാണ്, സെലിബ്രിറ്റിയാണ്. അദ്ദേഹം പറഞ്ഞു 7 വർഷം വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞപ്പോൾ ഏതോ ഒരു അമ്പലത്തിൽ ഉണ്ണിയൂട്ട്, അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ഉണ്ണിയൂട്ട് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ആ ഉണ്ണിയൂട്ട് നടത്തി കഴിഞ്ഞപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയൂട്ട് നടത്തിയപ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടായത്. അല്ലെങ്കിൽ മണ്ണാറശാലയിൽ ഉരുളി കമഴ്ത്തുന്ന ഒരു പരിപാടിയുണ്ട് കുട്ടികളുണ്ടാകാൻ വേണ്ടി. ക്രിസ്ത്യാനികളാണെങ്കിൽ വേളാങ്കണ്ണിയിൽ തൊട്ടിൽ കെട്ടുന്ന പരിപാടിയാണ് കുട്ടികളുണ്ടാകാൻ വേണ്ടി. കുട്ടികളുണ്ടാകുമോ? ഉരുളി കമഴ്ത്തിയ കുട്ടികളുണ്ടാകുമോ?
ഉരുളി കമിഴ്ത്തിയ കുട്ടികളെ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകാത്ത ഇപ്പം ആണുങ്ങളെ സംബന്ധിച്ചിടത്താണ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും റിപ്രൊഡക്റ്റീവ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു സെമൻ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നെ സ്പേമിൻ്റെ കൗണ്ട് കുറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ സ്പേമിൻ്റെ മോട്ടിലിറ്റിയുടെ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്പേമിൻ്റെ മോർഫോളജിക്കൽ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അത് റെക്ടിഫൈ ചെയ്യാൻ ഒരു പരിധി വരെ മോഡേൺ മെഡിസിന് മാർഗങ്ങളുമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുണ്ടാകും. അതല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ദൈവം, നിങ്ങൾ ഏത് മതത്തിൽ പെടുന്ന കക്ഷിയാണെങ്കിൽ, ഇപ്പം നിങ്ങളൊരു ഹിന്ദു മതവിശ്വാസിയാണെങ്കിൽ കൃഷ്ണൻ അവിടെ ഇരുന്ന് തീരുമാനിക്കുക, അവന് അല്ലെങ്കിൽ യേശു ക്രിസ്തു പിന്നെ അവിടെ നിന്ന് തീരുമാനിക്കുക. ശിഷ്യനോട് പറയാം, പത്രോസേ ആ മത്തായി കല്യാണം കഴിച്ചിട്ടുണ്ടല്ലോ, അവന് കുട്ടീനെ കൊടുക്കണ്ട. അത് കുറച്ച് കഴിയുമ്പം മത്തായി ഭയങ്കര പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ പത്രോസ് യേശുവിനോട് വന്നറിയാം, അല്ല യേശു മറ്റേ മത്തായി അവനാ കഴിഞ്ഞ പ്രാവശ്യത്തെ പള്ളി പെരുന്നാൾ നടത്തി 25 ലക്ഷം രൂപ മുടക്കിയിട്ട് ഒരു കൊച്ചിനെ അവന് കൊടുക്കുക. എന്നാൽ പിന്നെ അവൻ്റെ സ്പേമിൻ്റെ കൗണ്ട് ഒരു സ്വല്പം കൂട്ടിക്കോ, മോട്ടിലിറ്റി റേറ്റ് കൂടി. ഇങ്ങനെ നോബ് പിടിച്ച് തിരിച്ച് ഉണ്ടാക്കുന്ന സംഭവമാണ് ഇത്. ഇങ്ങനെ ഒരു പണി അവിടെ ദൈവം മണ്ടയിൽ ഇരുന്ന് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളിൽ എത്ര പേര് കരുതുന്നുണ്ട്? എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു കേട്ടോ. അവന് കല്യാണം കഴിച്ച് ഏതാണ്ട് ഒരു 10 വർഷത്തോളം അവന് കുട്ടികളുണ്ടായില്ല. ഹിന്ദു മതവിശ്വാസിയാണ്, എൻ്റെ അടുത്ത സുഹൃത്താണ്. അവൻ സകല ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അവന് പിന്നെ സകല അമ്പലങ്ങളിലും പോയി ചെയ്യാവുന്ന എല്ലാ ചടങ്ങും, അവൻ്റെ ഭാര്യ അതിലും വലിയ വിശ്വാസിയായിരുന്നു, എല്ലാ ചടങ്ങുകളും ചെയ്തു. 10 വർഷം കഴിഞ്ഞപ്പോൾ അവർ തീരുമാനിച്ചു എല്ലാം നിർത്തി, ട്രീറ്റ്മെൻറ്റ് നിർത്തി, ഇനി ഒരു പ്രാർത്ഥനയില്ല, നമുക്ക് കുട്ടികളുണ്ടാവില്ല, അത് വിധിയാണെന്നൊക്കെ അവൻ സ്വയം പറഞ്ഞ് അവൻ അതിനെ മാനസികമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ അമേരിക്കയിലെത്തി. ഈ കോവിഡ് കാലത്ത് പുള്ളി നമ്മുടെ എസൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് വലിയ നിരീശ്വരവാദി, അതൊരു ഭയങ്കര വിശ്വാസിയായിരുന്നു, നിരീശ്വരവാദിയായി. അതും കഴിഞ്ഞ മുമ്പത്തെ വർഷം അവർ കുട്ടിയുണ്ടായി. ഇപ്പം നമ്മളറിയാം, നമ്മളൊരു പുതിയ എൻവയോൺമെൻറ്റിലേക്കൊക്കെ മാറുമ്പോൾ അവിടുത്തെ എൻവയോൺമെൻറ്റ് മാറുന്നു, ഫുഡ് ഹാബിറ്റ്സ് മാറുന്നു, ഒക്കെ നമ്മുടെ ശരീരം തന്നെ പലതും റെക്ടിഫൈ ചെയ്യുന്നുണ്ട് ചില പ്രശ്നങ്ങൾക്കും. അവന് കുട്ടിയുണ്ടായി. അപ്പോൾ അല്ല 2 മിനിറ്റ്സ് മോർന്നാണ് പറഞ്ഞത്. അപ്പം അവന് പിന്നെ കുട്ടികളുണ്ടായി. അപ്പോൾ അവൻ തമാശ രൂപേണ എന്നോട് വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ജെയിംസേ, ഈ കുട്ടികളുണ്ടാകുന്നില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നിരീശ്വരവാദിയാകും. അവൻ തമാശനാണ് അത് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. അവനിപ്പം ഈ കുഞ്ഞുണ്ടായ സമയത്ത് അവൻ ഇപ്പോഴും വിശ്വാസിയായിരുന്നുവെങ്കിൽ അവൻ മണ്ണാർശാല പോയി ഉരുളി കമഴ്ത്തിയവന്. അവൻ ആ കൊച്ചിന് പോലും ചിലപ്പോൾ ഉരുളിന്ന് പേരിട്ടേ, ഉരുളി ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ. ആ ഉരുളി കമഴ്ത്തിയത് കൊണ്ടാണ് കുഞ്ഞുണ്ടായതെന്ന് അവൻ കരുതുമായിരുന്നു. അപ്പോൾ ഇതാണ് ഈ പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഈ നടക്കുന്ന ഇതിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ നിങ്ങൾക്കൊരു അപകടം ഉണ്ടായി, ഒന്നും വേണ്ട, പാസ്റ്റർക്ക് ഇവിടെ വെച്ചൊരു അപകടം ഉണ്ടായി. ചോര വാർന്നുകൊണ്ടിരിക്കുകയാണ്, മരണത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പറയാം, പാസ്റ്ററെ ഞങ്ങളെല്ലാം കൂടെ വട്ടം നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ പാസ്റ്റർ എന്ത് മറുപടി പറയുന്നത്? നിങ്ങൾ വരുന്നത്, എടാ മഹാഭാവികളെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറയും. പ്രാർത്ഥന നിർത്തിയിട്ട് ആശുപത്രി, കാരണം ആശുപത്രി കൊണ്ടായാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയുണ്ടെന്ന് നമുക്കറിയാം. പ്രാർത്ഥിച്ചാൽ നിങ്ങളെ പാമ്പ് കടിച്ചാൽ ഇപ്പം ഈ ചൂട് കൂടിയോണ്ട്, കേരളത്തിൽ ചൂട് കൂടിയോണ്ട് പാമ്പ് വീട്ടിൽ വരെ കയറിയിട്ട് കുട്ടികളെ കടിക്കുന്ന, ആളുകളെ പാമ്പ് കടിക്കുന്ന കുറേ റിപ്പോർട്ടുകളൊക്കെ ഈ അടുത്ത കാലത്ത് വന്നായിരുന്നു. നിങ്ങളെ പാമ്പ് കടിച്ചാൽ പോകുന്ന വഴിക്ക് ഒരു പള്ളി ഉണ്ടെങ്കിൽ കയറി ഒരു കുർബാന കണ്ടിട്ട് പോകാമെന്ന് കരുതുമോ? അല്ലെങ്കിൽ ഒരു അമ്പലം ഉണ്ടെങ്കിൽ കയറി ഒരു പുഷ്പാഞ്ജലി കഴിച്ചിട്ട് പോകാമെന്ന് നിങ്ങൾ കരുതുമോ? ഇല്ല. കാരണം നിങ്ങൾക്കറിയാം, പാമ്പ് കടിച്ചാൽ പിന്നെ ടൈമാണ് ഇമ്പോർട്ടൻറ്റ്. എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ച് ആൻറ്റിവനം കൊടുത്താൽ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. പ്രാർത്ഥിച്ചാൽ ഒരു ദൈവവും നിങ്ങളെ രക്ഷിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. ഓരോ വിശ്വാസിക്കും അറിയാം ആ തിരിച്ചടവൽ. ഞാൻ ഒരു 2 മിനിറ്റും കൂടെ എടുത്തിട്ട് അടുത്ത സെഷനിൽ അത് കുറച്ചോളാം. ഒരു പോയിന്റും കൂടെ ഞാനിത് പറയാൻ കാരണം, ഇന്ത്യയിൽ ഒരു വർഷം നാഷണൽ ക്രൈം റിസർച്ച് ബ്യൂറോയുടെ കണക്കനുസരിച്ച് 35,000 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ? ഇവരുടെ ഒക്കെ ദൈവങ്ങളുണ്ട്. ഇവരെല്ലാം പല മതങ്ങളിൽപ്പെട്ടവരായിരിക്കും ദൈവങ്ങൾ. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. കേരളത്തിൽ ഒരു വർഷം, നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു വർഷം റോഡ് അപകടത്തിൽ കൊല്ലപ്പെടുന്ന 4,000 പേരാണ്. പെർമനൻ്റ്ലി ഡിസേബിൾഡ് ആകുന്ന 20,000-ലധികം ആൾക്കാരാണ്. 4,000 പേര് കൊല്ലപ്പെടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇക്കണ്ട ദൈവങ്ങളെല്ലാം മണ്ടയിലുണ്ടായിട്ടും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? സുഡാനിൽ ഇപ്പോൾ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ആഭ്യന്തര യുദ്ധത്തിൽ ഇതുവരെ ഈ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം മനുഷ്യരാണ് കൊല്ലപ്പെടുന്നത്. ഒരു യുദ്ധത്തിലും പങ്കെടുക്കാത്ത സ്ത്രീകളും കുട്ടികളും ഒക്കെ കൊല്ലപ്പെടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ദൈവങ്ങളെല്ലാം മണ്ടയിൽ ഇരിപ്പുണ്ട്. ഇവന്മാരെല്ലാം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളുടെ കൊച്ചിന് പരീക്ഷയ്ക്ക് മാർക്ക് തരുന്നുണ്ടെന്നാ ഈ ദൈവം.
ആ ദൈവമാണ് ആഭ്യന്തര യുദ്ധത്തിൽ, സുഡാന്റെ ആഭ്യന്തര യുദ്ധത്തിൽ 1.5 ലക്ഷം മനുഷ്യർ, സ്ത്രീകളും കുട്ടികളും കൊല്ലപ്പെടുമ്പോൾ ഒരു വിരൽ അനക്കാത്തത്. നിങ്ങൾ കരുതുന്നുണ്ടോ ദൈവം ഇടപെടാത്തതാണ്? അല്ല, അല്ല. എന്താ സംഭവം? എന്താ? ഇതൊന്നും കാണാനും കേൾക്കാനും ആകാശത്ത് ഒരു ദൈവം ഇരിപ്പില്ലെന്നേ. അതാണ് സത്യം. അത് മാത്രമാണ് സത്യം. ഇവിടെ ഓക്കെ, ബാക്കി അടുത്ത സെഷൻ. നന്ദി ശ്രീ ജെയിംസ്. അടുത്തതായി പാസ്റ്റർ ഷിബു ക്ഷണിച്ചോളൂ. വളരെ ആദരണീയനായ എതിർ സംവാദകൻ ശ്രീമാൻ ജെയിംസ് കുരിക്കാട്ടിൽ, ഈ സംവാദത്തിന്റെ മോഡറേറ്റർ, ബഹുമാനീയ സദസ്സിലുള്ള എല്ലാ ആദരണീയ വ്യക്തികൾക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. പ്രാർത്ഥന അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഈസ് ദെയർ എനി റെലവൻസ്? പ്രാർത്ഥന ഫലിക്കാനുണ്ടോ? വളരെ ബ്രോഡായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഈ ഡിബേറ്റിന് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്നെ ബന്ധപ്പെട്ട ആളോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരു മതത്തിൻ്റെതായിട്ടല്ല, പൊതുവെ പ്രാർത്ഥന. ഇപ്പൊ ലോകത്ത് പല മതങ്ങളുണ്ട്, എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്നവരാണ്. വ്യത്യസ്തമായ പ്രാർത്ഥനകൾ, ഇത് സംസ്കാരങ്ങളിലൂടെയും ജനപദങ്ങളിലൂടെയും യുഗങ്ങളിലൂടെയും കടന്നു വന്ന് ഇന്നും അപങ്കുരമായ ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരെ ബ്രോഡായിട്ടുള്ള ഒരു ആശയമാണ് പ്രാർത്ഥന എന്നുള്ളത്. അപ്പൊ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇതാണ് അഡ്രസ് ചെയ്യേണ്ടത്. ഇതേപ്പറ്റി ധാരാളം സംവാദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന എന്താണെന്ന് നിർവചിക്കുക. ഇപ്പൊ പ്രാർത്ഥനയെ പറ്റി നമുക്ക് തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ആ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആർഗ്യുമെന്റ്സ് ബിൽഡ് ചെയ്യുന്നത്. ഒരു കോസ്മിക് വെൻഡിങ് മെഷീൻ എവിടെയോ ഇരിപ്പുണ്ട്, നമ്മൾ കൊക്കോക്കോളയൊക്കെ ഇങ്ങനെ ഡോളർ ഇട്ട് ഇങ്ങനെ ചാടി വരുന്ന പോലെ, ദർ ഇസ് നോ സച്ച് എ വെൻഡിങ് മെഷീൻ. അപ്പൊ അങ്ങനെ ഒരു കോസ്മിക് വെൻഡിങ് മെഷീൻ ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് പ്രാർത്ഥനയെ നമ്മൾ എതിർക്കുന്നത്. അപ്പൊ എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എവിടെയോ ഒരു ദൈവം ഇരിക്കുന്നുണ്ട്, നമ്മൾ ആ ദൈവത്തെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ദൈവത്തിനൊരു മാനസാന്തരം വരണം, ദൈവത്തിന്റെ മനസ്സ് മാറണം. ദൈവം മനസ്സ് മാറി തന്നേ തീരൂ, തന്നേ തീരൂ, ഇത് ഞങ്ങൾക്ക് തന്നേ തീരൂ. ഫാക്ടറിയുടെ പടിക്കൽ സമരം ചെയ്യുന്ന തൊഴിലാളികളെ പോലെ മുതലാളിയായിട്ടിരിക്കുന്ന ദൈവത്തിന്റെ മനസ്സ് മാറ്റി നമുക്ക് അനുകൂലമായിട്ട് ആ മനസ്സിനെ മാറ്റാൻ വേണ്ടി അതികഠിനമായ പ്രാർത്ഥന. ചില കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്, ചുറ്റും തീ കത്തിച്ചിട്ട് മുകളിൽ സൂര്യന്റെ തീ താഴോട്ട് വരുന്നു, അങ്ങനെ പഞ്ചാഗ്നി മധ്യത്തിൽ പിന്നെ ഒറ്റക്കാരൻ നിന്ന് അങ്ങനെ അവസാനം സമരം ചെയ്ത് ദൈവത്തെ താഴെ ഇറക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള കഥകൾ. അപ്പൊ ഇങ്ങനെ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുള്ള കഥകളിൽ നിന്നൊക്കെ ദൈവത്തോടുള്ള ഒരു സമരം, ആ സമരത്തിന്റെ ഒടുവിൽ ആ കോസ്മിക് ഡിവൈൻ വെൻഡിങ് മെഷീൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒന്നിങ്ങനെ തരുന്നു. ഇതാണ് പ്രാർത്ഥനയെ പറ്റിയുള്ള നമ്മുടെ പൊതുവായ സങ്കല്പം. അതിനെയാണ് പലപ്പോഴും നമ്മൾ അപലപിക്കുന്നത്, അല്ലെ വിമർശിക്കുന്നത്, അല്ലെ എതിർക്കുന്നത്, അല്ലെങ്കിൽ പരിഹസിക്കുന്നത്. ഇതൊക്കെ സ്വാഭാവികമായി നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോ എന്താണ്? 12ാം നൂറ്റാണ്ടിൽ ജനിച്ച അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, മാറ്റാൻ കഴിയുന്നതിനെ മാറ്റാനുള്ള ധീരത എനിക്ക് തരണം, മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കാനുള്ള മനസ്സ് എനിക്ക് തരണം, ഇതിനെ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകം എനിക്ക് തരണം. പ്രയർ ഓഫ് സെറനിറ്റി എന്ന് അറിയപ്പെടുന്നു. ഇത് ഈ ആധുനിക കാലത്തല്ല, 12ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതാണ്. അപ്പോ നമ്മൾ തലമുറകളിലൂടെ നോക്കുമ്പോൾ കേവലം ജഡീകമായ താല്പര്യങ്ങൾക്കും താൽക്കാലികമായ നേട്ടങ്ങൾക്കും വേണ്ടി ഒരു കോസ്മിക് വെൻഡിങ് മെഷീന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളല്ല പ്രാർത്ഥിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന ഒരു ബ്രോഡായിട്ടുള്ള ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ കേവലം സങ്കുചിതമായ ചില കാര്യങ്ങളെ മാത്രം അഡ്രസ് ചെയ്ത് വിമർശിക്കുന്ന കാര്യമില്ല. അപ്പൊ എന്താണ് പ്രാർത്ഥന? ഇറ്റ്സ് എ ഡെലിബറേറ്റ് ആക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിഫ്ലക്ഷൻ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മുടെ ജീവിതത്തിലെ കൃതജ്ഞത. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എന്താണ്? അപ്പൊ നമ്മൾ പ്രാർത്ഥന പറഞ്ഞാൽ ഇവിടെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അത്ഭുതങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ പലപ്പോഴും അഡ്രസ് ചെയ്യുന്നത്. എന്നാൽ
പ്രാർത്ഥന പലപ്പോഴും ഒരുപാട് മതങ്ങളിൽ, ഞാൻ ക്രിസ്തീയ മതത്തെ പറ്റി മാത്രമല്ല പറയുന്നത്, കൂടുതൽ മതങ്ങളിലും പ്രാർത്ഥിക്കുന്ന ആ വ്യക്തിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പേഴ്സൺ പ്രേയിങ്. പ്രാർത്ഥിക്കുമ്പോൾ ആർക്കാണ് മാറ്റം വരുന്നത്? ബൈബിളിൽ വളരെ മനോഹരമായ ഒരു രംഗമുണ്ട്. യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ് താബോർ മലയുടെ മുകളിൽ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ശിഷ്യന്മാര് യാക്കോബും യോഹന്നാനും പത്രോസും നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് യേശുവിന്റെ രൂപം മാറുന്നു, ഭാവം മാറുന്നു, അദ്ദേഹത്തിന്റെ വസ്ത്രം വെളുത്ത നിറത്തിലാകുന്നു, അത് തിളങ്ങുന്നു. ഇങ്ങനെയാണ് ബൈബിളിന്റെ വർണ്ണന. അത് മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ എന്നാണ് പറയുന്നത്, മറുരൂപമല എന്ന് പറഞ്ഞ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഇവിടെ യേശു പ്രാർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന ആൾക്കാണ് ട്രാൻസ്ഫോർമേഷൻ, പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിനല്ല. അപ്പം മിക്ക മതങ്ങളും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഉണ്ടാകുന്ന ആ ട്രാൻസ്ഫോർമേഷനെയാണ്. അപ്പൊ പ്രാർത്ഥനയുടെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ ഈ പ്രാർത്ഥനയിലൂടെ അലൈൻമെന്റ് വിത്ത് മോറൽ ട്രൂത്ത്, ധാർമ്മിക സത്യങ്ങളോട് താതാത്മ്യപ്പെടുക, അതുപോലെ തന്നെ ഒരു ആന്തരിക അച്ചടക്കം പ്രാർത്ഥനയിലൂടെ ആർജിക്കാൻ ആളുകൾക്ക് സാധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്നർ ഡിസിപ്ലിൻ ആൻഡ് ഇമോഷണൽ ഗ്രൗണ്ടിങ്, ഇത് പ്രാർത്ഥനയുടെ പ്രയോജനമാണ്. അതോടൊപ്പമാണ് ഈ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം രൂപപ്പെട്ടു വരുന്നത്, അത് കൂടുതൽ ദൃഢമാകുന്നത്. ഇതൊക്കെയാണ് പ്രാർത്ഥനയുടെ ഒരു പർപ്പസ്. അത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായി മാത്രം കാണരുത്. അപ്പൊ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നുള്ളത് വളരെയധികം ആളുകൾ പഠിക്കുകയും ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും അതുപോലെ ഗവേഷണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും ആളുകളുടെ പ്രയോജനം. അപ്പൊ പ്രാർത്ഥിക്കുന്ന ആളുകളെ, പ്രാർത്ഥിക്കാത്ത ആളുകളെ, പ്രാർത്ഥന ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്തുന്നു, ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഞാൻ പറയുന്നത് മതങ്ങളല്ല, സെക്കുലർ സ്റ്റഡീസും നടന്നിട്ടുണ്ട് ഈ കാര്യത്തിൽ. ഒന്നും രണ്ടും അല്ല, ഒരുപാട് സ്റ്റഡീസ്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവായി രൂപപ്പെടുന്നത്, മനസ്സിലാക്കുന്നത്, പ്രാർത്ഥന ഉത്കണ്ഠയെ കുറയ്ക്കും. പ്രാർത്ഥിക്കുന്ന വ്യക്തികളും പ്രാർത്ഥിക്കാത്ത വ്യക്തികളും തമ്മിൽ റെഡ്യൂസ്ഡ് ആൻസൈറ്റി. ഞാൻ ഈ ഒരു 1.5 മണിക്കൂർ ഡിബേറ്റ് കഴിയുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയാ പറയുന്നത്, ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ തോന്നുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെന്നാണ് എന്റെ വിശ്വാസം. നമ്മുടെ യോഗം തന്നെ നന്നായി നടക്കണമെന്ന് കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മുടെ ജെയിംസ് സോഹർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ പ്രാർത്ഥനയുടെ ഒരു ഫലമാണ് ഇത്ര ആളൊക്കെ ഇവിടെ കൂടി ഇത് നടക്കുന്നത്. പ്രാർത്ഥിക്കാത്ത ആളുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോകത്തൊരു മനുഷ്യനും പ്രാർത്ഥിക്കാത്തില്ല. അപ്പം വൈകാരികമായ നിയന്ത്രണം, അത് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ, ഇമോഷണൽ റെഗുലേഷൻ, അതുപോലെ കഷ്ടതയുടെ മധ്യത്തിൽ പ്രത്യാശ ഉണ്ടാകുന്നത്, അത് ക്ലിനിക്കൽ സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഈ പെട്ടെന്ന് ഹീലാകുന്നത്, പ്രാർത്ഥിക്കുന്ന ആൾക്ക് ഹീലാകുന്നുണ്ട്. ഹോപ്പ് ഡ്യൂറിങ് സഫറിങ്, കഷ്ടതയുടെ മധ്യത്തിൽ ഒരു പ്രത്യാശ ഉണ്ടാകുക. അതുപോലെ റെസിലിയൻസ്, പോരാട്ട വീര്യം, അത് നമ്മുടെ ജോസഫ് സാറിന്റെ കഥ നമ്മൾ കേട്ടു. റെസിലിയൻസിന്റെ ഒരു ബെറ്റർ എക്സാമ്പിൾ ആണ്. ജോസഫ് സാറിന്റെ പ്രസംഗത്തിൽ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥന ബലം നഷ്ടപ്പെടുന്നവനാണ് ആവശ്യമെന്ന്. എക്സാക്ട്ലി, ബലമുള്ളവർക്ക് പിന്നെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അപ്പൊ ആരോഗ്യമുള്ള പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ എത്രയോ വാർഡുകളുണ്ട്, അവിടെ നെഫ്രോളജി കാണും, കാർഡിയോളജി കാണും, പല കോളേജുകളും കാണും. നിസ്സംഗതയോടെ നടന്നു പോവാണ്, കാരണം ഹീസ് ഹെൽത്തി, ഹീസ് പെർഫെക്റ്റ്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു വ്യക്തിക്ക്, അതേസമയം ഒരു കിഡ്നി എയർലി സ്റ്റേജ് ഡിസീസ് ഉള്ള ആളാണെങ്കിലും ഒരു നെഫ്രോളജിയോ നെഫ്രോളജിസ്റ്റിനെയോ അത് സംബന്ധിക്കുന്ന എന്തെങ്കിലും ഡോക്യുമെന്റോ അല്ലെങ്കിൽ വീഡിയോയോ കണ്ടാൽ അയാൾ ശ്രദ്ധിക്കും, അയാൾക്ക് അവിടെ അറ്റൻഷൻ കൊടുക്കും, ഇതെന്താണ്, എന്തെങ്കിലും ഹോപ്പ് എനിക്കുണ്ടോ. അതുപോലെ ബലം നഷ്ടപ്പെട്ടവന്റെ അത്താണിയാണ് പ്രാർത്ഥന. ഈ ലോകത്ത് ബലമില്ലാത്തവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥന. അപ്പൊ ബലമുണ്ടെങ്കിൽ അവന് പ്രാർത്ഥനയുടെ ആവശ്യമില്ല. ഏകാന്തതയെ കുറയ്ക്കും പ്രാർത്ഥന, റെഡ്യൂസ്ഡ് ലോൺലിനെസ്. അതുപോലെ നമ്മുടെ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ഉള്ളിൽ ഒരു കൃതജ്ഞതാ മനോഭാവം ഉടലെടുത്തു വരും. ആത്മനിയന്ത്രണം പ്രാർത്ഥനയുടെ ഒരു പ്രയോജനമാണ്. പിന്നെ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും ലക്ഷ്യവും ഉണ്ടാവും പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ. പ്രാർത്ഥനയുടെ പ്രയോജനങ്ങളാണ് ഞാൻ പറയുന്നത്.
അത് അദ്ദേഹം അടുത്ത സെഷനിൽ കൗണ്ടർ ചെയ്തു. അപ്പൊ സ്ട്രെസ് കുറയും എന്നുള്ളത് പ്രാർത്ഥനയുടെയാണ്, അത് ക്ലിനിക്കലി പ്രൂവൺ ആണ്. അപ്പൊ നമ്മൾ ചിന്തിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ഉത്തരം കിട്ടണം, ഇതാണ് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയോട് അദ്ദേഹത്തിന്റെ ഗുരു പറഞ്ഞു, നിന്റെ വീടിന്റെ മുമ്പിലുള്ള ആ ഒരു പാറ നീ പോയി ഉന്താൻ പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂറും വൈകുന്നേരം അരമണിക്കൂറും ഉന്താൻ പറഞ്ഞു. ഇവൻ പോയി ഉന്തി. അങ്ങനെ ചില മാസങ്ങൾ ഇവൻ ഉന്തി കഴിഞ്ഞിട്ടും 1 ഇഞ്ച് പോലും ഈ പാറ അനങ്ങിയില്ല. പിന്നെ ഈ ഗുരു തിരിച്ചു വന്നപ്പം ഇവൻ പറഞ്ഞു, ഗുരു ഞാനിങ്ങനെ ഉന്തി 2-3 മാസം ഉന്തി, ഒരനക്കവും ഇല്ല. ഗുരു പറഞ്ഞു, എന്ത് പാറയ്ക്ക്? ഞാൻ പാറ അനങ്ങാനല്ലല്ലോ ഉന്താൻ പറഞ്ഞേ. പിന്നെ നിന്റെ കൈക്ക് ബലം വരാൻ നീ നോക്കിക്ക്, നിന്റെ കൈ ഇപ്പൊ എന്തുമാത്രം ബലമായെന്ന്. അപ്പൊ പർപ്പസ് എന്താണ്? നിന്റെ കൈ ഒന്ന് ബലപ്പെട്ടോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നീ ഉന്താൻ പറഞ്ഞില്ല, പാറ മാറാനാണ് നീ ചിന്തിച്ചത്. അപ്പൊ ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിമർശിക്കുന്ന വേറൊരുത്തരോട് പറഞ്ഞു, നല്ല ഓട്ടയുള്ള ബക്കറ്റ് നീ വെള്ളം കോരാൻ പറഞ്ഞു. ഇവൻ വെള്ളം കോരി 10-100 പ്രാവശ്യം കോരിയിട്ടും അവൻ പറഞ്ഞു, ഒരു തുള്ളി വെള്ളം പോലും കിട്ടുന്നില്ലല്ലോ. അപ്പം പറഞ്ഞ ആള് പറഞ്ഞു, നോക്ക് ബക്കറ്റ് ക്ലീൻ ആയോ? ശരിയാണല്ലോ. അപ്പൊ തുടങ്ങിയപ്പോൾ ബക്കറ്റ് മുഴുവൻ ചെളിയായിരുന്നു, ഇപ്പൊ നല്ല ക്ലീൻ ആയി. ഇതാ അതിന്റെ ഉദ്ദേശം. അപ്പൊ നമ്മൾ പർപ്പസ് ഓഫ് പ്രയർ നമുക്ക് പലപ്പോഴും പിടികിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രയർ ആവശ്യമില്ല, പ്രയർ കൊണ്ട് പ്രയോജനമില്ല എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ പ്രയർ ചേഞ്ചസ് ദ പേഴ്സൺ പ്രേയിങ്. പ്രയർ ട്രാൻസ്ഫോം ദ പേഴ്സൺ പ്രേയിങ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കാണ് മാറ്റം വരേണ്ടത്. അപ്പോ കോപം എന്ന് പറയുന്നത് ക്ഷമയായി മാറും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക്. നിരാശ പ്രത്യാശയായിട്ട് രൂപാന്തരപ്പെടും. കൺഫ്യൂഷൻ ക്ലാരിറ്റി ആയിട്ട് മാറും. അവന് ലക്ഷ്യബോധം ഉണ്ടാകും. ഇത് ഇത്രയേ ഉള്ളൂ. ബലഹീനന് വേണം, അവനാണ് ബലമില്ലാത്തവന്റെ അത്താണിയായിട്ട് പ്രാർത്ഥന. അതുപോലെ മനുഷ്യ ബന്ധങ്ങളിൽ അർത്ഥപൂർണമായ പുരോഗതി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടാകും. ഇപ്പൊ സ്നേഹം ഉണ്ടാകുന്നു, കരുണയുണ്ടാകുന്നു, മനസ്സലിവുണ്ടാകുന്നു. ഇതെല്ലാം പ്രാർത്ഥനയുടെ ഒരു പ്രൊഡക്ഷനാണ്. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാകും. അത് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് മനസ്സിലാകുന്നതാണ്. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന ഒരു മോറൽ അക്കൗണ്ടബിലിറ്റിയെ കൊണ്ടുവരും. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകും. സത്യസന്ധത. ഇപ്പൊ നിങ്ങൾ ഓർക്കും പ്രാർത്ഥിക്കുന്ന കള്ളന്മാരില്ലേ എന്ന്. അത് കള്ളപ്രാർത്ഥനയാണ്. അത് നേരെ തിരിച്ചു മനസ്സിലാക്കണം. പ്രാർത്ഥിക്കുന്ന കള്ളന്മാരില്ല, കള്ളന്മാരുടെ പ്രാർത്ഥനയാണത്. അപ്പൊ അനുതാപവും ഉത്തരവാദിത്വവും മനസ്സലിവും പ്രാർത്ഥന ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ കൾട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരും. ഈ പ്രാർത്ഥനയും മാജിക്കും തമ്മിൽ നമ്മൾ മാറിപ്പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥന എന്ന് പറയുമ്പോൾ മാജിക്കെന്നാ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ഇപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അവതരണത്തെ കൗണ്ടർ ചെയ്യേണ്ട സമയമില്ല. ഇത് നമ്മൾ മുകളിൽ നിന്ന് ചാടാവോ എന്ന് ചോദിക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, പാസ്റ്റർ ആടുവോ മുകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഹി ഹിംസെൽഫ് ഐഡന്റിഫൈ വിത്ത് സെയിന്റ് എന്നുള്ളതാണ്. സാത്താൻ ചോദിക്കുന്നവർ ചോദിക്കണം. കാരണം മാജിക്കാണ് പ്രാർത്ഥനയെന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പൊ പ്രാർത്ഥനയും മാജിക്കും രണ്ടാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് ദൈവം ഇങ്ങോട്ട് തരണം, അതല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രയർ ഈസ് റിലേഷണൽ, ഇറ്റ് ഈസ് നോട്ട് മെക്കാനിക്കൽ. അപ്പൊ പ്രാർത്ഥന നമ്മൾ യാന്ത്രികമായിട്ട് ഈ ആദ്യം ഞാൻ പറഞ്ഞ ഉദാഹരണം പോലെ നമ്മൾ അങ്ങോട്ട് ഡോളർ ഇടുമ്പോൾ കൊക്കോകോള ഇങ്ങോട്ട് ചാടുന്നു. ഇങ്ങനെ ഒരു വെൻഡിങ് മെഷീൻ എവിടെയോ വെച്ചിട്ടുണ്ട്. ആ വെൻഡിങ് മെഷീൻ കണ്ടെത്തുക. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ട കഥയാണ്. പിന്നെ എന്തോ ഒരു നീലക്കൊടുവേലി കണ്ടുപിടിക്കുക. നീലക്കൊടുവേലി എവിടെയോ ഉണ്ട്. ഉപ്പന്റെ കൂട്ടിച്ചെന്ന് ഉപ്പനിട്ട് വെച്ചിരിക്കുന്ന മുട്ട നമ്മൾ പുഴുങ്ങണം. പുഴുങ്ങിയിട്ട് തിരിച്ചോട്ട് വെക്കണം. അപ്പൊ പുഴുങ്ങിയ മുട്ടയാകുമ്പോൾ ഇത് വിരിയത്തില്ല. അപ്പൊ ഉപ്പൻ എന്ത് ചെയ്യും? ഉപ്പൻ പോയി നീലക്കൊടുവേലി കൊണ്ടുവരും. അപ്പോൾ ആ നീലക്കൊടുവേലി എടുക്കണം. അപ്പൊ എന്റെ കുട്ടിക്കാലത്തെ ചൈൽഡ്ഹുഡ് ഫാന്റസിയിലായിരുന്നു ഉപ്പന്റെ കൂട്ടിൽ കയറി മുട്ട എടുക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കിഴവിക്കഥകളിൽ നിന്നും കുട്ടിക്കഥകളിൽ നിന്നും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ധാരണയാണ് പ്രാർത്ഥനയെ കുറിച്ചുള്ളത്. അത്തരം ധാരണകൾ മുതിർന്നു കഴിയുമ്പോൾ യാഥാർത്ഥ്യമല്ലെന്ന് മനസ്സിലാകുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും. ചിലര് സ്വതന്ത്രരായിട്ട് പറയും, ചിലര് നിരീശ്വരവാദികളായി മാറും, ചിലര് വിരക്തരായി മാറും, ചിലര് ദൈവത്തോട് പിണങ്ങും, ചിലര് ഡിപ്രഷനിൽ പോവും. ഇത് കുട്ടിക്കാലത്തെ ഫാന്റസികളും കുട്ടിക്കാലത്തെ കഥകളും വിട്ട് നമ്മൾ മുതിരണം. നാം ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. മുതിർന്ന ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പൊ പുരുഷപ്രായത്തിലേക്ക് എത്തുക, അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ പർപ്പസ്.
അത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതാണ്, പ്രായത്തിന്റെ അളവായ പുരുഷത്വം പ്രാപിക്കുവോളം. അപ്പൊ പ്രായത്തിന്റെ അളവായ പുരുഷത്വം പ്രാപിക്കുന്ന ഒരു വിധത്തിലേക്കാണ് ക്രിസ്ത്യൻ മച്യൂരിറ്റി എന്ന് ഞങ്ങൾ പറയുന്ന. ആ മച്യൂരിറ്റിയിലേക്ക് വളരുവാനുള്ള ബാലപാഠങ്ങൾ, അതിനെയാണ് എലമെന്ററി ലെസൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ എലമെന്ററി ലെസൺസിന്റെ ഭാഗമായിട്ട് ഒരു ചൈൽഡിന്റെ ഗ്രോത്തിൽ അവൻ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. വളർന്നു കഴിയുമ്പോഴും അങ്ങനത്തെ പിടിവാശി വെച്ചുകൊണ്ടിരിക്കുക. കുട്ടിക്കാലത്ത് ക്രിസ്തുമസ് അപ്പൂപ്പൻ വരുന്നു എന്ന് പറയും. അപ്പൊ ഈ ചൈൽഡ്ഹുഡിൽ ഇവൻ ഈ ക്രിസ്തുമസ് അപ്പൂപ്പൻ വരുന്നു, മഞ്ഞ് വണ്ടിയിൽ വരുന്നു, അങ്ങ് മഞ്ഞിന്റെ ദേശത്ത് നിന്ന് തെന്നു വണ്ടിയിൽ വരുന്നു, മാൻ വലിക്കുന്ന വണ്ടി, ഇത് ഇവന്റെ ചൈൽഡ്ഹുഡ് ഫാന്റസിയാണ്. വളർന്നു കഴിയുമ്പോൾ മനസ്സിലാവും ക്രിസ്തുമസ് അപ്പൂ അത് അപ്പുറത്തെ വീട്ടിലെ കുട്ടമ്മച്ചേട്ടനാണ് ഈ വേഷം കെട്ടി വന്നത്. അത് മുതിരുന്നാണ്, ഗ്രോത്ത്, പാർട്ട് ഓഫ് ഗ്രോത്ത്. അപ്പൊ വളർന്നു കഴിഞ്ഞിട്ട് എന്താണ് പ്രാർത്ഥന എന്ന് മനസ്സിലാക്കുക. കുഞ്ഞുനാളിൽ കേട്ടത് അല്ല പ്രാർത്ഥന. അപ്പോ അത്തരത്തിലുള്ള മാജിക് കഥകൾ, മാജിക് അല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് സയന്റിഫിക് ആയിട്ട് വിശകലനം ചെയ്യുക ചില ആളുകൾ. അപ്പം പ്രാർത്ഥനയെ സയന്റിഫിക് ആയിട്ട് വിമർശനം ചെയ്യുമ്പോൾ ഈ സയൻസ്, ശാസ്ത്രചിന്തയ്ക്ക് വിശ്വാസികളെല്ലാം എതിരാണ്. ഒരു അസംഷനാണ്. പിന്നെ ഏതെങ്കിലും തരത്തിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെ പ്രാർത്ഥിക്കുന്ന ആളുകൾ, ഇവരെല്ലാം ശാസ്ത്രത്തിനെതിരാണ്. അങ്ങനെയല്ല, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളവരൊക്കെ തന്നെ വിശ്വസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമാണ് മഹാഭൂരിപക്ഷവും. അപ്പൊ എന്തോ ഇതൊരു തെറ്റായ നരേശം കൊണ്ടുവരികയാണ്. ഫെയ്ത്ത് വേഴ്സസ് സയൻസ്, സയൻസും വിശ്വാസവും തമ്മിൽ ഭയങ്കര കുഴപ്പമാണ്. ഇത് ഈ ഡിബേറ്റിന്റെ വിഷയമല്ല, ആ ഡിബേറ്റിലോട്ട് തള്ളിക്കയറി വരുന്നതുകൊണ്ട് ഞാൻ അഡ്രസ് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന എന്താണ്, ശാസ്ത്രം എന്താണ്, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റഡി ഓഫ് മെഷറബിൾ മെക്കാനിസംസ് ആണ്. പക്ഷെ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രാർത്ഥന ഫിലോസഫി, മെറ്റാഫിസിക്സ് ആൻഡ് പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പൊ അതിനൊരിക്കലും സയൻസിന്റെ ടൂൾ വെച്ചിട്ട് മെഷർ ചെയ്യാനോ അനലൈസ് ചെയ്യാനോ പറ്റില്ല. അതിന്റെ റിസൾട്ടുകൾ നോക്കാം. അതിന്റെ റിസൾട്ടുകളാണ് ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിൽ വ്യക്തമായ വ്യത്യാസങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് വരുന്നുണ്ട് എന്നുള്ളത്. അതിപ്പോ സ്റ്റഡീസും, ഇപ്പം സെക്കുലർ സ്റ്റഡീസിൽ പോലും പ്രാർത്ഥന കൊണ്ട് പ്രയോജനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാർത്ഥനകൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിൽ ആന്തരികമായ സമാധാനം ഉണ്ടാകുന്നു, അവന്റെ കൺഫ്യൂഷൻസിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു, അതുപോലെ അവന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തി ഉണ്ടാകുന്നു, അതുപോലെ ഭയം അവനിൽ നിന്ന് മാറിപ്പോകുന്നു. ഇത് ബൈബിളുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ബൈബിളിൽ ഏറ്റവും കൂടുതൽ നൽകുന്നൊരു വാഗ്ദത്തം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. മോർ ദാൻ 400 ടൈംസ് ബൈബിളിൽ പറയുന്നു ഈ ഒരു വാക്കുണ്ട്, ഫിയർ നോട്ട്, ഭയപ്പെടേണ്ട. കാരണം മനുഷ്യന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്, പാനിക്കാകുക, ഭയപ്പെടുക, പരിഭ്രാന്തരാകുക, ഭയപ്പെടുക. ഒരു കാര്യം കേട്ടാൽ ഉടനെ പെട്ടെന്ന് ഷോക്കാകുക. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് വ്യക്തമായി അവന്റെ മനസ്സിനെ, വികാരത്തെ നിയന്ത്രിക്കുവാൻ, അവന് കാമാകുവാൻ, വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഇത് ധാരാളം സ്റ്റഡീസ് ഇത് തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ ചോദിക്കുന്ന ഒരു സാധനം ഇങ്ങോട്ട് താ, ഇടുകുടുക്ക ചോറും കറിയും എന്ന് പറയുമ്പോഴേക്കും കുടുക്ക ഇങ്ങനെ ചോറും കറിയിടും. അപ്പൊ അത്തരം ഒരു കുടുക്ക നമുക്ക് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ അക്ഷയപാത്രം, നമ്മൾ പുരാണങ്ങളിലൊക്കെ കണ്ടു, ഇങ്ങനെ അതിന്റെ അക്ഷയപാത്രം കിട്ടുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനയെ പറ്റി. അല്ലെങ്കിൽ US ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ നിധി കിട്ടുക, അല്ലെങ്കിൽ നാഗമാണിക്യം കിട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അതല്ല, മറിച്ച് ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന, അവന്റെ ദൈനംദിന ജീവിതത്തിൽ നിരന്തരമായി കൃത്യമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ആ പ്രാർത്ഥനയുടെ പ്രയോജനമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഈ ലുത്തിനിയകൾ ചൊല്ലുന്ന, കൃത്യമായി ലുത്തിനിയകൾ ചൊല്ലുന്ന ആളുകൾക്ക് അവന്റെ ന്യൂറൽ വയറിങ്ങിൽ പോലും വ്യത്യാസം വരുന്നതായിട്ട് സ്റ്റഡീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഫിസിക്കൽ ചേഞ്ചസ് വരെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. 2 മിനിറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ അടുത്ത സെഷനിൽ ബാക്കി പറയാം. നന്ദി പാസ്റ്റർ ഷിബു. ഇരു സംവാദകരുടെ വിഷയാവതരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും റിബട്ടൽ റൗണ്ടാണ്. ഫസ്റ്റ് റിബട്ടൽ റൗണ്ട് 10 minutes. ശ്രീജിത്ത്. ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്.
ഞാനിവിടെ ഉന്നയിച്ച ആർഗ്യുമെന്റ് പാസ്റ്റർ ഒറ്റ വാക്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പ്രാർത്ഥന കേൾക്കാൻ ഒരു ദൈവം ആകാശത്ത് ഇരിപ്പില്ല എന്നും നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കില്ല എന്നുമായിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക. പാസ്റ്റർ തുടങ്ങിയതും അത് അംഗീകരിച്ചുകൊണ്ടാണ്. പാസ്റ്റർ ഉപയോഗിച്ച വാക്ക് ദർ ഈസ് നോ കോസ്മിക് ഡിവൈൻ വെൻഡിങ് മെഷീൻ, മുകളിൽ ഇരിപ്പില്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അവിടെ നിന്നും പാസ്റ്റർ പ്രാർത്ഥനയുടെ ഗുണങ്ങളെക്കുറിച്ച് ഒരു 10-12 മനോഹരമായ വാക്കുകൾ ഇവിടെ പറഞ്ഞു. പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ കുറേ എഴുതി വെച്ചു. റെഡ്യൂസ്ഡ് ആങ്സൈറ്റി പ്രാർത്ഥിച്ചാൽ, റെസിലിയൻസ് പോരാട്ട വീര്യം, ജോസഫ് മാഷിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചത് കൊണ്ടാണ് കിട്ടിയത്. പിന്നെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു, ലക്ഷ്യമുണ്ടാകുന്നു പ്രാർത്ഥിച്ചാൽ, ഡിസിപ്ലിൻ ഉണ്ടാകുന്നു പ്രാർത്ഥിച്ചാൽ, സ്ട്രെസ് കുറയുന്നു. അവിടം വരെ എത്തിയപ്പോഴേക്കും ഞാൻ എഴുത്ത് നിർത്തി. കാരണം മനോഹരമായ വാക്കുകൾ. എന്നാൽ ഇന്നാ പിടിച്ചോ പാസ്റ്ററെ, ഈ പാസ്റ്റർ പറഞ്ഞ ഈ മനോഹരമായ 10-15 വാക്കുകൾക്ക് ഒരു 30 പ്രാർത്ഥിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഞാനൊരു 30 എണ്ണം വേണമെങ്കിൽ അത് അങ്ങോട്ട് തിരിച്ചു പറയാം. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്, ഇപ്പം എല്ലാവരും പറയും പ്രാർത്ഥിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്നാണ് പറയുന്നത്. പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടുമെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടും. പക്ഷേ ഒരു ഫേക്ക് ആശ്വാസമാണ് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടുക. അതായത് വിശക്കുന്ന ഒരാൾക്ക് ഒരു 100 രൂപയുടെ കള്ളനോട്ട് കിട്ടിയാൽ, കള്ളനോട്ടാണെന്ന് അയാൾ അറിയുന്നില്ല എങ്കിൽ, ഒരു 100 രൂപ കിട്ടുമ്പോൾ വിശക്കുന്ന ഒരു മനുഷ്യന് ആശ്വാസം കിട്ടും. കാരണം അയാൾ ധരിക്കുന്നത് ഈ 100 രൂപ കൊണ്ട് ഹോട്ടലിൽ പോയാൽ ഭക്ഷണം വാങ്ങി കഴിക്കാമെന്നാണ്, ഒരു ആശ്വാസം കിട്ടും. പക്ഷേ അയാൾക്ക് കിട്ടിയിരിക്കുന്നത് ആ കള്ളനോട്ടാണെങ്കിൽ അയാൾ ഹോട്ടലിൽ പോകുന്നിടം വരെ ഈ ആശ്വാസവും. ഭക്ഷണം കിട്ടില്ല എന്ന് മാത്രമല്ല, പോലീസ് പിടിച്ച് ജയിലിലും കൊണ്ടുപോകും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു ആശ്വാസമാണ് പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുക. പെർമനൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളെ പ്രാർത്ഥന സോൾവ് ചെയ്യില്ല. ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അത് നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ, നിങ്ങളുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയിലെ പ്രശ്നങ്ങളാണെങ്കിൽ, എവിടെയാണെങ്കിലും ആ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അത് കണ്ടെത്തുക എന്നല്ലാതെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന ടെമ്പററി ആയിട്ടുള്ള ആശ്വാസം നിങ്ങളുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യില്ല. എന്നാൽ പ്രാർത്ഥന കൊണ്ട് ദോഷങ്ങളുമുണ്ട്. എന്താണെന്നറിയാവോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദൈവം, ഒരു അദൃശ്യ ശക്തി നിങ്ങളുടെ പ്രാർത്ഥന സാധിച്ചു തരും എന്ന ഒരു ആശ്രയ ബോധം നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ, നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തികളിൽ പോലും അത് വേണ്ട വിധം പ്രവർത്തിക്കാതെ നിങ്ങളെ ഉദാസീനരാക്കുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാകും. കാരണം നിങ്ങൾ കരുതി വെച്ചിരിക്കുന്ന ദൈവം ആകാശത്തുണ്ട്, ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ സാധിച്ചു തരും എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ആ ആശ്രയബോധം നിങ്ങളിൽ ഉണ്ടാക്കുകയും ആ ആശ്രയബോധം നിങ്ങളെ ഉദാസീനരാക്കുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്കത് ഫലിക്കുന്നില്ല എങ്കിൽ, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഫലിക്കുമെങ്കിൽ എല്ലാം ലഭിക്കട്ടെ എന്നൊരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുന്നതും നടക്കാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ നിരന്തരം പള്ളിയിൽ പോയി അമ്പലങ്ങളിൽ പോയി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒറ്റ പ്രാർത്ഥനയോടെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും. പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഹെറന്റ് ആയിട്ടുള്ള സഹജവും സാധ്യവുമായി പ്രാർത്ഥിച്ചില്ലേലും നടക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സാധിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ 99% ഫലിക്കുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഫലിക്കാതെ വരുമ്പോഴുള്ള ദോഷങ്ങൾ, ഇപ്പം എൻ്റെ ഗുണങ്ങൾ, ആങ്സൈറ്റി, സ്ട്രെസ്, ഇതൊക്കെ കുറയുന്നതിനെ കുറിച്ചൊക്കെ പാസ്റ്റർ ഇവിടെ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ പരാശ്രയ ബോധം നിങ്ങളെ ഉദാസീനരാക്കുന്ന പ്രശ്നം മാത്രമല്ല, നിങ്ങളുടെ പ്രാർത്ഥന ഫലിക്കാതെ വരുമ്പോൾ അത് നിങ്ങളിൽ നിരാശയുണ്ടാക്കും, അത് നിങ്ങളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കും, അത് നിങ്ങളെ വിഷാദ രോഗത്തിന് പോലും അടിമയാക്കാം. ഇനിയും അതും മാത്രമല്ല പ്രശ്നം, അവിടെയും തീരുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഫലിക്കാതെ വരുമ്പോൾ നിങ്ങൾ പൊതുവെ കരുതുക നിങ്ങളുടെ എന്തെങ്കിലും കുറ്റങ്ങൾക്കോ കുറവുകൾക്കോ ഉള്ള ഒരു ദൈവശിക്ഷയാണ്. പലരും അങ്ങനെ കരുതുന്ന ആളുകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ വിശ്വാസി സുഹൃത്തുക്കളിൽ ദൈവം ശിക്ഷിച്ചതാണെന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കിട്ടാത്തതെന്ന്. അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട്.
നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാണ്. ഞാനെന്തോ തെറ്റ് ചെയ്തു, എൻ്റെ തെറ്റുകൾക്കുള്ള, എൻ്റെ കുറവുകൾക്കുള്ള ദൈവത്തിന്റെ ശിക്ഷയാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്നുണ്ടാക്കുന്നത്. അപ്പം പ്രാർത്ഥിച്ചാൽ സ്ട്രെസ് കുറയും, പ്രാർത്ഥിച്ചാൽ ആങ്സൈറ്റി കുറയും, പ്രാർത്ഥിച്ചാൽ ആശ്വാസം കിട്ടും, പ്രാർത്ഥിച്ചാൽ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഗുണങ്ങളൊക്കെ മനോഹരമായിട്ട് കുറെ വാക്കുകൾ, മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. പക്ഷെ യാഥാർത്ഥ്യം എന്താണ്? പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നിങ്ങളുടെ നിരാശയിലും നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിലും നിങ്ങളുടെ വിഷാദത്തിനും അടിമയാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പാസ്റ്റർ പറഞ്ഞ ആ ഒരു പോയിന്റിലേക്ക് ഞാനൊന്ന് തിരിച്ചു പറയാം. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥനയെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് വിശ്വാസികൾ കരുതി വെച്ചിരിക്കുന്ന എന്തോ ഡിവൈൻ കോസ്മിക് പവർ അവിടെ നിന്ന് ഇട്ട് തരും, അങ്ങനത്തെ ഒരു വെൻഡിങ് മെഷീൻ അല്ല ദൈവം, അങ്ങനെയല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് മറ്റ് സൈക്കോളജിക്കലൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതിനെ കുറിച്ചാണെന്ന് പാസ്റ്റർ പറയുണ്ടായി. ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പാസ്റ്റർ ഒരു ക്രിസ്ത്യൻ പാസ്റ്റർ ആയതുകൊണ്ട് ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ഒരു കോസ്മിക് ഡിവൈൻ വെൻഡിങ് മെഷീൻ അല്ല ദൈവം, അങ്ങനെ മുകളിൽ ഇരിപ്പില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ് പാസ്റ്റർ അംഗീകരിച്ചുകൊണ്ട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ യേശു പറയുന്നു, ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യൂ എന്നല്ലേ? എന്തുകൊണ്ടാവാം യേശു ഇങ്ങനെ പറഞ്ഞു? ഈ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ഇനി മറ്റൊന്ന്, മത്തായിയുടെ തന്നെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 18-ാം വാക്യം, ഭൂമിയിൽ നിങ്ങൾ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. 2 or 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയിരിക്കുന്നവോ അവരുടെ മധ്യേ ഞാൻ ഉണ്ടാവും. എന്തിനാണ് യേശു അങ്ങനെ പറഞ്ഞത്? ഈ നിങ്ങൾ യോജിച്ച് ചോദിക്കുന്ന 2 or 3 പേർ യോജിച്ച് ചോദിക്കുന്ന എന്ത് കാര്യവും എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? ബൈബിളിലുള്ള വാക്യമല്ലേ, പറഞ്ഞത് യേശുവല്ലേ, യഹോവയൊന്നുമല്ല, യേശു പറഞ്ഞ വാക്യങ്ങളാണ് പറയുന്നത്. ഇനി മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 11-ാം വാക്യം, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എന്താ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം? ഇങ്ങനെ ഒരു കോസ്മിക് വെൻഡിങ് മെഷീൻ ഒന്നും അല്ല ഈ ദൈവങ്ങളെങ്കിൽ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒന്നും അങ്ങനെ കിട്ടുന്നതല്ല, പ്രാർത്ഥനയുടെ ഗുണവും അതൊന്നും അല്ല, മറ്റെന്തൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു എന്നുള്ളതാണ് എങ്കിൽ യേശുവിനെ പാസ്റ്റർ നിരാകരിക്കുന്നുണ്ട്. പറയണം, അത് മറുപടിയിൽ പറയണം. ഇനിയും അവിടെയും തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 14 മുതൽ 14-ാം വാക്യം, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? ഞാൻ പറയുമ്പോൾ സമയം പെട്ടെന്ന് പോകുന്നുണ്ടോ? ഇനിയും അവിടെയും തീരുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. അപ്പോൾ ഇവിടെ നോക്കൂ, യേശു പറയുകയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാൻ തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ പിതാവ് എന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി പിതാവും ചെയ്തു തരും. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? യേശു ഈ പറഞ്ഞ കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് പാസ്റ്റർ ഒന്ന് വിവരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു പോയിന്റും കൂടെ, 2 മിനിറ്റ് കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞു, സമയം തീർന്നതല്ലോ അല്ലേ? ഈ ഇവിടുന്ന് ടെക്സസിൽ, ഇവിടുന്ന് ഡാളസിൽ നിന്ന് ഏതാണ്ട് ഒരു 200-250 കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നത് ഈ സൂദർലാൻഡ് നിങ്ങൾ സ്ഥലം കേട്ടിട്ടുണ്ടല്ലേ? അവിടെ പിന്നെ 2017 നവംബർ 5-ാം തീയതി സൂദർലാൻഡ് സ്പ്രിംഗ് ഷൂട്ടിങ്ങിനെ കുറിച്ച് നിങ്ങൾ അന്ന് വാർത്ത 2017 ഇവിടെ ഉള്ളവർ കേട്ടിട്ടുണ്ടാവും. സൂദർലാൻഡിലെ ചർച്ചിൽ ഞായറാഴ്ചയാണ്, പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു അക്രമി വന്ന് വെടിയുതിർക്കുകയാണ്. യേശുവിനെ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഞായറാഴ്ച പള്ളിയിൽ വന്ന് വെടിയുതിർക്കുകയാണ്. 26 പേരാണ് കൊല്ലപ്പെടുന്നത്, 22 പേരാണ് ഇൻജേർഡ്. ഇവിടെ ഈ ടെക്സസ് സ്റ്റേറ്റിലെ കാര്യമൊക്കെ പറയുന്നത് കേട്ടോ. 2017 പള്ളിയിൽ ഞായറാഴ്ച കുർബാന പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ
പ്രാർത്ഥന നയിച്ചുകൊണ്ടിരുന്ന പാസ്റ്ററും പാസ്റ്ററുടെ കുടുംബത്തിലുള്ള 8 പേരും കൊല്ലപ്പെടുകയാണ്. അതിലെ ഏറ്റവും ദുഃഖകരമായ ഒരു സത്യം എന്താണെന്നറിയോ? എനിക്കത് പറയുമ്പോൾ ഇപ്പോഴും സങ്കടം വരും. അന്ന് ആ മരിച്ച 22 പേരിൽ 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ വയറിനുള്ളിലെ കുഞ്ഞിനിട്ടാണ് വെടികെട്ടത്. ആ കുഞ്ഞ് മരിക്കുകയാണ്. ഒരു ദൈവം ഇത് കാണുന്നുണ്ടെങ്കിൽ, മുകളിലുണ്ട് എങ്കിൽ ഇങ്ങനെ നടക്കും. 2 മിനിറ്റ്, അടുത്ത സെഷൻ തീരെ കുറച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു 2019 ഈസ്റ്റർ ബോംബിങ്. ശ്രീലങ്കയിലെ ഈസ്റ്റർ ബോംബിങ്. ഈസ്റ്റർ ദിനത്തിൽ യേശു മരിച്ചതിൽ നിന്ന് ഉയർത്തതിന്റെ അവിടെ സെലിബ്രേഷനാണ് ഈസ്റ്റർ അല്ലേ. 3 പള്ളിയിലായിരുന്നു ബോംബ് സ്ഫോടനം. ISIS തീവ്രവാദികൾ. ആദ്യത്തെ സ്ഫോടനം നടന്നത് നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിൽ ഇവിടെ സെന്റ് ആന്റണീസ് ചർച്ചിൽ കൊളംബോയിൽ 90 പേര് മരിക്കുന്നു. രണ്ടാമത്തെ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നൊഗോബയിൽ 100 പേര് മരിക്കുന്നു. മൂന്നാമത്തെ ഒരു പ്രൊട്ടസ്റ്റന്റ് ഇവാഞ്ചലിക്കൽ ചർച്ചായിരുന്നു ബാറ്റിക്കോളയിൽ 30 പേര് മരിക്കുന്നു. പള്ളിക്കുള്ളിലാണ്, യേശുവിനെ ആരാധിക്കുകയാണ്, പുകഴ്ത്തുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ യേശുവിനോട് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബോംബ് സ്ഫോടനം, തീവ്രവാദികൾ വന്ന് നടത്തുമ്പോൾ ആ യേശുവിനെ ആരാധിക്കുന്ന ആളുകൾ ആ പള്ളിക്കുള്ളിൽ തന്നെ കൊല്ലപ്പെടുകയാണ്. ഒരു ദൈവവും മുകളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു കുഞ്ഞു കാര്യങ്ങളിലും ഇടപെടുന്നില്ല എന്നുള്ളത് അത് പാസ്റ്റർ ആദ്യം അംഗീകരിച്ചു. പാസ്റ്ററും പറഞ്ഞു അത് ഒരു ഡിവൈൻ കോസ്മിക് പവർ മുകളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്നില്ല എന്ന്. ഏറെക്കുറെ ഞങ്ങളിപ്പോൾ ഒരേ പേജിലായി. നമ്മൾ പറയുന്ന പോയിന്റ് തന്നെയാണ് പാസ്റ്റർ അംഗീകരിച്ചുകൊണ്ടാണ് പാസ്റ്റർ തുടങ്ങിയത്. അതല്ല ആ കൂടി കുറെ സൈക്കോളജിക്കൽ ഗുണം. അതിന് മറുപടി പറഞ്ഞു. പക്ഷെ പാസ്റ്റർ ഒരു കാര്യത്തിന് മറുപടി പറയണം. യേശുവിൻ്റെ ഈ ഡയലോഗുകൾ, എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ സാധിച്ചു തരും, എൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ചാൽ എൻ്റെ പിതാവ് അത് സാധിച്ചു തരും, മല പോയി കടലിൽ വീഴും, എന്തും സംഭവിക്കും, എന്തും സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ സാങ്കത്യം കൂടി അടുത്ത സെഷനിൽ പാസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് കരുതുന്നു. Thanks, James. Rebuttal round 1 by Pastor Shibu. ഇത് ഡിബേറ്റ് ഞാൻ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. കാരണം പ്രാർത്ഥിക്കുന്ന എനിക്ക് ശാന്തതയുണ്ട്, സമയനിഷ്ഠയുണ്ട്. പ്രാർത്ഥിക്കാൻ വിട്ടുപോയ അദ്ദേഹത്തിന് ആപ്പാട് വെപ്രാളവും ഓവറായിട്ട് ടൈം എടുക്കുകയും. ഇതാണ് സാറേ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആ ഫിയർ സെന്റർ ഒക്കെ ഒന്ന് ഷ്രിങ്ക് ആകുകയും ഇതെല്ലാം കൺട്രോൾ ആകുകയും ചെയ്യും. കാരണം പ്രാർത്ഥന കൊണ്ട് നമ്മുടെ കമാൻഡ് സെന്റർ, ഈ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, അത് വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന സെക്യുലർ സ്റ്റഡീസ് ഉണ്ട്. അതുപോലെ മെമ്മറി, എമ്പതി ബൂസ്റ്റ് ആവും. അതുപോലെ ക്വയറ്റനിങ് ഓഫ് ദ വറി ലൂപ്പ്. ഇപ്പൊ സാറിതൊക്കെ ഒന്ന് പഠിക്കുക. ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ശാസ്ത്രചിന്തകരായതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ കാര്യങ്ങളെ മനസ്സിലാക്കണം. പ്രാർത്ഥന കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട്. നമുക്ക് മനസാന്നിധ്യം ഉണ്ടാവും. നമുക്ക് ഈ വെപ്രാളം, ആക്രാന്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ സാറ് ഈ റെഡ് ഹെറിംഗ് ഫാലസി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഉണക്കമീന് ഒരു ബസ്സിനകത്ത് കൊണ്ടുവന്നു, എല്ലാവരും അങ്ങോട്ടും നോക്കും. ഇത് വിഷയമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളിൽ മലയുടെ മുകളിൽ ചാടാൻ പറഞ്ഞു. പിന്നെ യേശു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ അത് നടക്കും. മല എന്താണ്? അത് ഞാൻ ഉത്തരം പറയണം. അപ്പൊ എന്ത് ചെയ്യണം? ഞാനൊരു ബൈബിളിലെ ഒരു സംശയത്തിന് ഇപ്പൊ ബൈബിൾ ക്ലാസ് എടുക്കേണ്ട ഗതികേട് വരികയാണ്. അപ്പൊ അതാണ് റെഡ് ഹെറിംഗ് ഫാലസിയാണ്. വിഷയത്തിൽ പോയി. അപ്പം എന്നോട് ചോദിച്ചു, ഞാനൊരു ഉത്തരവാദിത്തമുള്ള ക്രിസ്തീയ പ്രഭാഷകനായതുകൊണ്ട് ഉത്തരം പറയാം. നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് ഈ മലയോടെന്നാ പറഞ്ഞത്. പർട്ടിക്കുലർ ഏതെങ്കിലും മലയോടെന്നല്ല. ആ മല ഏതാണ്? യെരുശലേം എന്ന മലയാണ്. യഹൂദന്റെ സാംസ്കാരികതയാണ്, അവന്റെ ചരിത്രം, അവന്റെ പാരമ്പര്യം, ആ യഹൂദ സംസ്കാരം. ആ മല എവിടെ പോയി ചാടും? കടലിൽ പോയി ചാടുമെന്നാ പറഞ്ഞത്. കടൽ എന്നുള്ളത് ബൈബിളിന്റെ ഇമേജറിയിൽ ഈ നോൺ ജ്യൂസിനെ, വിജാതീയരുടെ ലോകത്തെ കാണിക്കുന്നതാണ്. അത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി റെഫറൻസ് ഞാൻ എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഈ യഹൂദൻ കടലിൽ പോയി ചാടും എന്ന് പറഞ്ഞാൽ യഹൂദൻ ജാതികളുടെ ഇടയിലേക്ക് ചെതറപ്പെടും എന്നാണ് യേശു പറഞ്ഞത്. സഭയുടെ കടുകുമണിയോളമുള്ള വിശ്വാസത്താൽ AD 70 ഈ യഹൂദൻ ആ മല കടലിൽ പോയി വീണു. അത് കൃത്യമായിട്ട് കർത്താവ് പറഞ്ഞ് നടന്നു. അതുകൊണ്ട് ബൈബിളിൽ ഒരു വാക്യം എടുത്തു വെച്ച് ചോദിച്ചാൽ അത് എന്താണെന്ന് ചോദിച്ചാൽ ഏത് വാക്യം ചോദിച്ചാലും കൃത്യമായിട്ട് പറയും. പക്ഷെ അതിനിപ്പോ സമയമില്ല, അതിനുള്ള അവസരമല്ല ഇത്. അതുകൊണ്ട് ചോദിച്ചതുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ധാരാളം സ്റ്റഡീസ് ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ പ്രയോജനമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദിച്ച ചോദ്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതിനെ കൗണ്ടർ ചെയ്യല്ല, പുതിയ ആർഗ്യുമെന്റ്സ് കൊണ്ടുവരികയാണ് എന്റെ എതിർ സംവാദകം ചെയ്തത്. കാരണം കൗണ്ടർ ചെയ്യേണ്ട സമയത്ത് കൗണ്ടർ ചെയ്യാതെ പിന്നെ പുതിയ ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് അതൊരു സംവാദത്തിന്റെ രീതിക്ക് ചേർന്നല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അവതരണത്തിലെ പോയിന്റുകൾ ഞാൻ എടുക്കാം. അദ്ദേഹം അവതരണത്തിൽ പറഞ്ഞ പോയിന്റ്,
there is no God. ഇത് സംവാദ വിഷയമല്ല. എന്നെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല സംവാദ വിഷയം. അപ്പൊ സംവാദത്തിന് പറയാത്തൊരു വിഷയമാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ എങ്ങനെ അതിന് കൗണ്ടർ ചെയ്യുന്നത്? അപ്പൊ വിഷയം മാറിപ്പോ, പിന്നെ നമ്മൾ വേറെ വഴിക്ക് പോകും. പിന്നെയാണ് അദ്ദേഹം ഈ കടുകുമണിയോളം വിശ്വാസം ഉണ്ടായത് 2 പ്രാവശ്യം പറഞ്ഞു. ആദ്യം പറഞ്ഞു, പിന്നെ രണ്ടാമതും പറഞ്ഞു. പിന്നെ പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ നീങ്ങിപ്പോകണമേ എന്ന് യേശു പ്രാർത്ഥിച്ചു. യേശുവിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ല. അപ്പൊ യേശു പ്രാർത്ഥിച്ച ഉത്തരം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമോ? ആ സുവിശേഷ ഭാഗം തന്നെ വായിക്കുക. അപ്പോൾ അവനെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ഒരു ദൂതൻ പ്രത്യക്ഷനായി, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ യേശു പ്രാർത്ഥിച്ചു. എന്താണ്? കുരിശുമരണം, അതിക്രൂരമായ പീഡാസഹനം, അതിലൂടെ കടന്നു പോകാനുള്ള ധൈര്യത്തിനും കരുത്തിനും വേണ്ടിയാണ് യേശു പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അത് എന്റെ ഒരു ദുർവ്യാഖ്യാനമാണെന്ന് അങ്ങേക്ക് തോന്നുന്നെങ്കിൽ ഉത്തരം കിട്ടിയെന്ന് ബൈബിളിൽ എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. യേശു തന്റെ ഐഹിക ജീവകാലത്ത് കണ്ണുനീരോടും അപേക്ഷയോടും പ്രാർത്ഥനയും അഭയാചനയും കഴിക്കുകയും അവന്റെ ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശു തന്റെ ജീവകാലത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചത് ഗെത്സമനെ തോട്ടത്തിലാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയെന്നാണ് ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവിനെ ശക്തിപ്പെടുത്തി ഈ കഷ്ടതയിലൂടെ കടന്നു പോകാൻ. ഇപ്പൊ ഏറ്റവും ഒടുവിലായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം, ഒരു പള്ളിയിൽ ഞായറാഴ്ച ഒരു അക്രമി വന്ന് വെടിവെച്ചപ്പോ പാസ്റ്റർ അടക്കം 29 പേരോ മറ്റോ കൊല്ലപ്പെട്ടു. അത് ഭയങ്കര ഒരു പരാജയമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ക്രിസ്ത്യാനികൾ കൂടി ഇരുന്നിടത്ത് അക്രമി വന്ന് വെടിവെച്ചു. അപ്പൊ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി അഗനിസ്റ്റ് ഓൾ കൈൻഡ് ഓഫ് അഫ്ലിക്ഷൻസ് ആൻഡ് സഫറിങ്സ്. ഇതും ഒരു തെറ്റായ ധാരണയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തോ ഒരു ബുള്ളറ്റ് പ്രൂഫ് കവചം പോലെ ഒന്നും നമുക്ക് ചുറ്റും ഇങ്ങനെ വരും, അപ്പൊ നമുക്ക് നേരെ വരുന്ന വെടിയുണ്ടകളൊന്നും നമ്മുടെ ദേഹത്ത് കൊള്ളില്ല, ഇങ്ങനെയൊക്കെ അങ്ങ് അസ്യൂം ചെയ്യാം. അങ്ങനെയൊന്നും ഇല്ല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. കാരണം ക്രൈസ്തവരെ അവരുടെ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിനെ റോമൻ പടയാളികൾ ചമ്മട്ടി വെച്ച് അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് കൊണ്ടു, അദ്ദേഹത്തിന്റെ ദേഹം മുറിഞ്ഞു, അവിടെ നിന്ന് രക്തം വന്നു. റിയാലിറ്റിയിലാണ് ക്രൈസ്തവർ ജീവിക്കുന്നത്. അതുകൊണ്ട് കഷ്ടത, പ്രതികൂലങ്ങൾ, ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, തല്ല്, തടവ്, ഇങ്ങനെയുള്ള അപകടങ്ങൾ, ഇതിനെയൊന്നും പ്രാർത്ഥന കൊണ്ട് മാറ്റിക്കളയുക എന്നുള്ളത്. കാരണം ഇതിലൂടെ എല്ലാം കടന്നുപോയവരാണ് യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും. എന്ന് പറഞ്ഞാൽ ആ ഒരു കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോയിട്ട് അതിന്റെ ഫൗണ്ടേഷനാണ് ക്രിസ്ത്യൻ ചർച്ചും ക്രിസ്ത്യൻ ഫിലോസഫിയും ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അവിടെ ഇരുന്ന് വർത്താനം പറയരുത് കേട്ടോ, വളരെ ബുദ്ധിമുട്ടാണ്. വിളിച്ചു വരുത്തി ഡിബേറ്റിൽ ഇരുത്തിയിട്ട് നിങ്ങൾ ഇവിടെ വർത്താനം പറയുന്നു. പുറത്തുപോയി നിൽക്കേ. ഇതാണ് ഡിസിപ്ലിൻ ഇല്ല. പ്രാർത്ഥിക്കാത്ത ആളുകൾക്ക് ഒരു ഡിസിപ്ലിനും ഇല്ല. നിങ്ങൾ പ്രാർത്ഥിക്കൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനിറ്റി എന്താണ്, ക്രിസ്ത്യാനിറ്റിക്കെതിരായിട്ടൊരു ആരോപണം വന്നാൽ ആ ക്രിസ്ത്യൻ ഫിലോസഫി എന്താണ്, കർത്താവിന്റെ ആ ജീവിതത്തിൽ കർത്താവ് എന്താണ് കാണിച്ചത്. ഞങ്ങളുടെ കർത്താവിനെ പിടിച്ചു, അവിടെ ആരും തെറിച്ചു പോയില്ല. അവിടെ കർത്താവിനെ ചമ്മട്ടിക്ക് അടിച്ചു, അദ്ദേഹത്തിന്റെ ദേഹം മുറിഞ്ഞു. ഇദ്ദേഹം പറഞ്ഞു വെടിവെച്ചപ്പോ ഗർഭിണിയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞ് വെടികൊണ്ട് ഏറ്റു മരിക്കും. കർത്താവിന്റെ കാലഘട്ടത്തിലും ഗർഭിണികളെ ഉപദ്രവിച്ചു. അതുപോലെ ഗർഭസ്ഥ ശിശുക്കളെ കൊന്നു. ശിശുക്കളെ കൊന്നത് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു പുത്തരിയൊന്നും അല്ല. കാരണം മനുഷ്യ സമൂഹം രൂപപ്പെടണം, മനുഷ്യവർഗത്തിന്റെ പൊതുവായ ട്രാൻസ്ഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷനിൽ മനുഷ്യൻ ദൈവമായി പുരോഗമിക്കുക, മനുഷ്യൻ ദൈവമായി മാറുക, ഇതാണ് ക്രിസ്ത്യൻ തിയോളജി. അതുകൊണ്ട് താങ്കൾ പറയുന്നത് മുകളിൽ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഓരോന്ന് ഇട്ടു കൊടുക്കണം, അങ്ങനെയല്ല. ക്രിസ്ത്യാനിറ്റിയിൽ പറയുന്ന യേശുക്രിസ്തു പറയുന്നത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ ആ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് കൃത്യമായിട്ട് പൗലൂസ് അപ്പോസ്തലൻ എഫീഷ്യൻസ് ചാപ്റ്റർ 4 വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ അധികാരം സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏത് കാര്യവും ചെയ്യാനുള്ള മുഴുവൻ അധികാരവും മനുഷ്യർക്കാണ് ആഫ്റ്റർ ക്രൈസ്റ്റ്. ഇതാണ് ക്രിസ്തു കൊണ്ടുവന്ന വ്യത്യാസം. ഇതാണ് ക്രിസ്ത്യൻ തിയോളജി ഫണ്ടമെന്റൽ ആയിട്ട് പഠിക്കേണ്ട കാര്യം. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു ആരോപണം, കോവിഡിന്റെ സമയത്ത് വാക്സിൻ കണ്ടുപിടിച്ചു, അതുകൊണ്ടല്ല, പ്രാർത്ഥിച്ചിട്ടല്ല. വാക്സിൻ കണ്ടുപിടിച്ചവര് പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് താങ്കൾക്ക് പറയാൻ പറ്റുന്നത്? വാക്സിൻ കണ്ടുപിടിച്ച ആളുകളുടെ പേര് താങ്കൾക്ക് അറിയാം, അവര് പറഞ്ഞോ ഞങ്ങൾ ആരും പ്രാർത്ഥിച്ചിട്ടില്ലെന്ന്? അപ്പൊ ഇത് നമ്മൾ വെക്കുന്ന ഈ ആരോപണങ്ങൾ വെക്കുമ്പോൾ അങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടല്ല.
നമ്മളൊരു സംവാദത്തിൽ അവതരിപ്പിക്കേണ്ടത്. പിന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്, ക്രിസ്ത്യാനികളെല്ലാം കൂടെ പള്ളി അടച്ചിട്ട് വീട്ടിലിരുന്നു. അത് ഈ മാരക പകർച്ചവ്യാധികൾ വരുന്ന സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കണമെന്നും ഒഴുക്കുള്ള വെള്ളത്തിൽ കൈ കഴുകണമെന്നും ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അത് ആധുനിക ശാസ്ത്രത്തിൽ നിങ്ങൾ ആരോ പറഞ്ഞിട്ടാണ് ഞങ്ങളത് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ പ്രാക്ടീസ് പുരാതന കാലം മുതലുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് വരുന്നത് തെറ്റിദ്ധാരണയിൽ നിന്നാണ്. പ്രാർത്ഥനയെ പറ്റിയും ക്രൈസ്തവരെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും എല്ലാം നമുക്ക് തെറ്റിദ്ധാരണയാണ്. നമ്മൾ എന്തോ പ്രാർത്ഥിച്ചു, നമുക്കത് കിട്ടിയില്ല, അപ്പൊ കുണ്ഠിതം ഉണ്ടാകുന്നു, നിരാശ ഉണ്ടാകുന്നു, ദൈവത്തോട് പിണങ്ങുന്നു. അപ്പൊ നമ്മുടെ സ്വകാര്യമായ താല്പര്യങ്ങൾ, ഇതും ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പറഞ്ഞിരിക്കുന്ന യാക്കോബ് അപ്പോസ്തലനാണ്. അദ്ദേഹം പറയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട്. അടുത്ത അദ്ദേഹം പറഞ്ഞു, യേശു പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഉറപ്പായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കിട്ടുന്നില്ല. അവിടെ യേശു പറഞ്ഞ എന്നാ? യേശുവിന്റെ പ്രൈമറി ആയിട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന എല്ലാവർക്കും അറിയാവുന്ന ലോർഡ്സ് പ്രയർ എന്നറിയപ്പെടുന്ന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതിനകത്ത് പറയുന്നത് നിന്റെ ഇഷ്ടം. അപ്പൊ ദൈ വിൽ, അപ്പൊ ദൈവത്തിന്റെ ഹിതം. ഇതേപറ്റി പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അവന്റെ ഹിതത്തിന്റെ നിറവിൽ നിങ്ങൾ നിറഞ്ഞു വരണം. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തെ അടുത്ത് പറയാണ്, അവന്റെ ഹിതത്തിന്റെ അറിവിനാൽ നിറയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ദൈവഹിതം എന്താണെന്ന് അറിയേണ്ടതിന്, ഇപ്പൊ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡിനെ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഉദ്ദേശം. അല്ല നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയല്ല. നമുക്ക് ചിലപ്പോൾ നന്മയാണെന്ന് തോന്നുന്ന കാര്യം പൊതുവിൽ നന്മയായിരിക്കില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞു, എന്റെ അയൽക്കാരനും ഞാനും തമ്മിൽ കേസ് നടത്തുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം ആളുകൂടെ നിൽക്കും. ഇതൊക്കെയാണ് ആരോപണങ്ങൾ. അപ്പൊ ഇത് പെർഫെക്റ്റ് വില്ലിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ചെയ്യേണ്ടത്. ഒരു യഥാർത്ഥ ക്രൈസ്തവൻ ചെയ്യേണ്ടത് പെർഫെക്റ്റ് വില്ല്, ദൈവത്തിന്റെ ഹിതം നമ്മൾ മനസ്സിലാക്കുക, ആ ഹിതത്തിൽ വളരുക. അപ്പൊ ഇതാണ് ക്രിസ്ത്യൻ തിയോളജി എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് നമ്മുടെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ, ഇടുങ്ങിയ താല്പര്യങ്ങൾ, മെറ്റീരിയലിസ്റ്റിക് ബെനിഫിറ്റ്, ഇതിനു വേണ്ടി എല്ലാം കൂടെ നമ്മൾ ഭൂം എന്നൊരു മന്ത്രം ചൊല്ലുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഡിവൈൻ വെൻഡിങ് മെഷീനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചാടി വരും. ഇതാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് പ്രാർത്ഥന എന്താണെന്നും ഇത് വിഷയം വ്യത്യാസമാണ്. ക്രിസ്ത്യൻ തിയോളജിയെ താങ്കൾ എടുത്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. താങ്കളുടെ അടുത്ത സെഷൻ കഴിയുമ്പോൾ ഞാൻ പറയാം. അദ്ദേഹം മൊത്തത്തിൽ 5.5 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. ഞാൻ നോക്കിക്കൊണ്ടായിരിക്കുന്നു. Fire lip riveted round by Sri James. പാസ്റ്റർ തുടങ്ങിയത് എൻ്റെ ടെമ്പറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ശരിയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ച് അഗ്രസീവാണ്. അത് തന്നെയാണ് എൻ്റെ മികവെന്ന് കരുതുന്ന ഒരാളാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ക്ലാരിറ്റി, എൻ്റെ അഗ്രസീവ്നെസ്. പക്ഷേ എൻ്റെ ടെമ്പറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയ പാസ്റ്റർ, പ്രാർത്ഥിച്ചാൽ ഞാൻ കുറച്ച് കൊയറ്റാകും, കാമാകും എന്നൊക്കെ എന്നെ ഉപദേശിച്ച പാസ്റ്റർ, ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ 2 മനുഷ്യർ ഇവരെ ചെറിയ ശബ്ദത്തിൽ പിറുപിറുത്തപ്പോൾ പൊട്ടിത്തെറിക്കുന്ന പാസ്റ്ററെയാണ് ഞാൻ കണ്ടത്. അത്രയും ആങ്കറും അത്രയും ടെമ്പറും ഒന്നും പിണറായി വിജയനിലല്ലാതെ ഞാൻ വേറൊരു മനുഷ്യനിൽ ഇന്ന് പാസ്റ്ററിലാണ് ഞാനത് കാണുന്നത്. കടക്കുപുറത്തെന്ന് പറയുന്ന കടക്കുപുറത്തെന്നാണ് അവരോട് പറഞ്ഞത്. അത്രയും ടെമ്പറും അത്രയും ഇതൊന്നും. ഏതായാലും ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കാണിക്കുന്ന അഗ്രസീവ്നെസ്സിൽ ഈ ടെമ്പറും ഇതൊന്നും ഇല്ല കേട്ടോ. അത് മൈക്കിന്റെ ഓപ്പറേറ്ററോട് പോലും ദേഷ്യപ്പെടുന്ന ആ ഒരു തരത്തിലുള്ള ടെമ്പറൊന്നും എനിക്കില്ല. ഇനിയും പാസ്റ്ററിനെ ഉപദേശിച്ചല്ലോ, കുറച്ച് കാമാകണം, ഇത് കൊയറ്റാവണം, അതിന് പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ. കാമും കൊയറ്റും ഒക്കെ ആകാൻ ഈ പ്രാർത്ഥിച്ച് വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റെന്തെല്ലാം ചെയ്യാം. ഞാനുമുണ്ട്, എനിക്കും പ്രഷറും ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളുണ്ട്. നല്ല സംഗീതം കേട്ടാലും, നല്ലൊരു പുസ്തകം വായിച്ചാലും ഒക്കെ, നല്ലൊരു സിനിമ കാണുമ്പോഴും ഒക്കെ ഈ ശാന്തതയും ഇതുമൊക്കെ തന്നെയാണ്, കാമും ഈ കൊയറ്റും ഇതുമൊക്കെ തന്നെയാണ് നമ്മളിലേക്ക്, നമ്മുടെ ബ്രെയിനിൽ ഡോപ്പാമിനും ഓക്സിറ്റോസിനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ പ്രഷർ ഹോർമോണുകൾ ഉണ്ടാകുകയും ചെയ്യും. അതിനെവിടെയെങ്കിലും കണ്ണടച്ചിരുന്ന് എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇനിയും പിന്നെ പാസ്റ്റർ പറഞ്ഞു, ഞാൻ കാര്യം പറഞ്ഞാൽ എൻ്റെ തുടക്കത്തിൽ 20 മിനിറ്റിൽ 20-ലധികം പോയിന്റുകൾ ഞാൻ ഉന്നയിച്ചു. സത്യത്തിൽ അതിനൊന്നിനും കാര്യമായിട്ട് പാസ്റ്റർ മറുപടി പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഞാൻ മെയിനായിട്ട് പറഞ്ഞ പോയിന്റുകളെ പാസ്റ്റർ അംഗീകരിച്ചുകൊണ്ട് ഇതൊരു ഡിവൈൻ
വെൻഡിങ് മെഷീൻ ഇല്ല എന്ന ഒരു ദൈവം മുകളിലില്ല എന്ന് ഞാൻ പറയാൻ സമർത്ഥിക്കുന്ന ആശയങ്ങളെ പാസ്റ്റർ അംഗീകരിക്കുകയും ചെയ്തു. പാസ്റ്റർ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞാൻ ഉന്നയിച്ച ഒരു കാര്യത്തിന് പാസ്റ്റർ മറുപടി പറഞ്ഞു. വാക്സിൻ കോവിഡ് ഉണ്ടായപ്പോൾ വാക്സിൻ കണ്ടുപിടിക്കുകയാണ് ചെയ്ത്, പ്രാർത്ഥിച്ചതുകൊണ്ട് കോവിഡിനെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന്. അപ്പം ഈ കോവിഡിൻ്റെ വാക്സിൻ ഉണ്ടാക്കിയവര് പ്രാർത്ഥിച്ചോ എന്നാണ് വലിയ എന്തോ ചോദ്യമായിട്ട് പാസ്റ്റർ എന്നോട് ചോദിക്കുന്നത്. പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ഈ സയൻറ്റിസ്റ്റുകളുടെ ഇടയ്ക്കും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന എത്രയോ സയൻറ്റിസ്റ്റുകളും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാമോ, ISRO കഴിഞ്ഞ തവണ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് ISROയുടെ ചെയർമാൻ തിരുപ്പതിയിൽ പോയിട്ട് റോക്കറ്റിന്റെ മീനിയേച്ചർ ഉണ്ടാക്കി പോയിട്ട് അവിടെ പൂജയ്ക്ക് വെച്ചു. കാരണം വിഘ്നേശ്വരൻ അവിടെ ഇരിക്കുന്നത്, വിഘ്നങ്ങളൊന്നും ഇല്ലാതെ മുകളിലേക്ക് പോകാൻ. പാസ്റ്റർ കരുതുന്നുണ്ടോ ഈ ISROയുടെ ചെയർമാന് ഈ തിരുപ്പതിയിൽ അതുകൊണ്ട് വെച്ചത് കൊണ്ടാണ്, ഈ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് വിഘ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് മുകളിലേക്ക് പോയതെന്ന്? റോക്കറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ടെക്നോളജി കറക്റ്റ് ആയാൽ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും പോകും, പ്രാർത്ഥിച്ചാലും പോകും, പ്രാർത്ഥിച്ചില്ലെങ്കിലും പോകും. അതുകൊണ്ട് വാക്സിൻ കണ്ടുപിടിച്ചവര് അവരുടെ ഇടയ്ക്കും എത്രയോ അന്ധവിശ്വാസികളുണ്ട്. ഇപ്പം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ ചെയർമാന് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്ന ഡോക്ടർമാരും ഇതൊക്കെയുണ്ട്. പിന്നെ ഡോക്ടർ പെട്ടെന്ന് സമയം തീർന്നു അല്ലേ, 2 മിനിറ്റ് കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. 2 മിനിറ്റ് കൂടെ ഉണ്ട്. ഒരെണ്ണത്തിനെ മറുപടി പറയാൻ സമയമുള്ളൂ. ഞാൻ മറ്റേ സൂദർലാൻഡ് ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു പള്ളിയിൽ വന്നിട്ട് ഒരു അക്രമി വെടിയുതിർത്ത ആളുകളെ കൊല്ലുമ്പോൾ ഏത് ദൈവത്തോടാണോ പ്രാർത്ഥിക്കുന്നത് ആ ദൈവം പോലും തടയുന്നില്ലല്ലോ എന്നുള്ളത് എൻ്റെ ഒരു സങ്കടം. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമാണുള്ളത് ഈ പ്രാർത്ഥിച്ച് സമയം കളയുന്ന മനുഷ്യരോട്. അക്കാര്യം പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു ഷീൽഡുണ്ടാക്കുന്ന പരിപാടിയൊന്നുമല്ല, വെടിയുണ്ട തട്ടിക്കളയുന്ന പരിപാടിയൊന്നും പിന്നെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ പണിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉണ്ടല്ലോ, അങ്ങനെ വെടിയുണ്ട തട്ടിക്കളഞ്ഞു എന്ന് പറഞ്ഞ ഒരു പോപ്പ് നമുക്കുണ്ടായിരുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. 1981 മെയ് മാസം 13-ാം തീയതി ജോൺ പോൾ രണ്ടാമന് വെടിയുള്ളൂ. 4 വെടി ഉതിർത്തു ആ അക്രമി. 2 ജോൺ പോൾ രണ്ടാമനിട്ട് കൊണ്ടുള്ളൂ. അദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഏതാണ്ട് 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ നടത്തി അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിച്ചു. അതിനുശേഷം അദ്ദേഹം ലൈഫ് സപ്പോർട്ട് മെഷീനിൽ വെന്റിലേറ്ററിൽ ദിവസങ്ങളോളം കിടന്നു. അവസാനം അത് കഴിഞ്ഞ് വന്നപ്പോൾ ഈ പോപ്പ് പറഞ്ഞത് എന്നാണെന്നറിയോ? പാസ്റ്റർ ഇപ്പം പറഞ്ഞതിന് നേരെ വിരുദ്ധം പറഞ്ഞു. വെടിയുണ്ട തട്ടിക്കളയില്ലെന്നല്ല ദൈവം പറഞ്ഞു. പിന്നെ പോപ്പ് പറഞ്ഞത് ഫാത്തിമ മാതാവ്, എക്സാക്ട് വേർഡ് ഫാത്തിമ മാത ഡൈവേർട്ടഡ് ദ ബുള്ളറ്റ് എന്നാണ് പറഞ്ഞത്. വെടിയുണ്ട 2 ഫാത്തിമ മാത തട്ടിക്കളഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഹാർട്ടിന് മെയിൻ ഓർഗനൊന്നും വെടികൊണ്ടാതെ അദ്ദേഹം രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിന് പ്രത്യുപകാരമായിട്ട് ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവിടുന്ന് അവിടെ ട്രാഷിലിട്ടിരുന്ന വെടിയുണ്ട ഡോക്ടർമാരോട് ചോദിച്ചു വാങ്ങിയിട്ട് ഫാത്തിമയിൽ പോയിട്ട് ഫാത്തിമ മാതാവിന്റെ കിരീടത്തിൽ ഇപ്പോൾ നിങ്ങൾ പോയാൽ ആ വെടിയുണ്ട അവിടെ വെച്ചിട്ടുണ്ട്. അതായത് വെടിവെക്കാൻ വരുമ്പോൾ ഫാത്തിമ മാതാവ് പോപ്പിന്റെ ഉണ്ട തട്ടി കിടക്കുകയാണ്. എന്നിട്ട് അതിന് പ്രത്യോപകാരമായിട്ട് പോപ്പ് കൊണ്ട് മേരിയുടെ തലയെ കൊണ്ട് വെച്ചേക്കുകയാണ്. അപ്പൊ ഇത് പറയുന്നത് പോപ്പാണ്. വെടിയുടെ തട്ടി കയറുന്ന പറഞ്ഞുകൊണ്ട് മാത്രം പറഞ്ഞതാണല്ലേ, തീർന്നു തന്നെ. അപ്പൊ അത്രയേ ഉള്ളൂ പ്രാർത്ഥനയുടെ കാര്യം. ഇദ്ദേഹം വളരെ പ്രക്ഷുബ്ധനായിട്ട് അദ്ദേഹത്തിന്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസസ് ആൻഡ് മെമ്മറീസ് അത് ഈ അഗ്നിപർവ്വതം ഇങ്ങനെ ചാടി വരുന്ന പോലെ. കഴിഞ്ഞ വർഷം ഞാൻ യെല്ലോ സ്റ്റോണിൽ പോയായിരുന്നു. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂർ ആകുമ്പോഴേക്കും ഇതിങ്ങനെ ചാടും. അപ്പൊ ഇങ്ങനെ എന്താണ് ഇത്രയും കോപിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പം ഇത് ചെറിയ പിക്കിംഗ് ആണ്. പോപ്പ് അങ്ങനെ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ ഫിലോസഫി ആൻഡ് തിയോളജി ആണ്. ക്രിസ്ത്യാനിറ്റിയുടെ സെൻട്രൽ പീസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് എ ക്രോസ് ഓഫ് ക്രൈസ്റ്റ്. കാരണം ദൈവത്തിന്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ഇവിടെ പീഡ സഹിച്ചു, അപമാനം സഹിച്ചു, നിന്ന സഹിച്ചു, ദാരിദ്ര്യത്തിൽ പിറന്നു. ഈ ലോകത്തെ എല്ലാ പ്രതികൂലങ്ങളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവൻ അനുഭവിച്ചു. അപ്പൊ ദൈവം അവനെ അതിൽ നിന്നെല്ലാം അങ്ങനെ മാറ്റിക്കളയല്ല, അതിലൂടെ എല്ലാം കടന്നു പോകാൻ അവനെ അനുവദിച്ചു. തുടർന്ന് അദ്ദേഹത്തിന്റെ അപ്പോസ്തലന്മാരും സമാനമായ പാതകളിലൂടെ കടന്നുപോയി. അപ്പൊ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈ ലോകത്തിലെ സഫറിങ്. കാരണം ഈ ലോകം മുഴുവനായിട്ടും രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് പ്രാർത്ഥനയുടെ ഗോള്. അപ്പൊ ലോകം മുഴുവനായിട്ടും ട്രാൻസ്ഫോംഡ് ആകുന്ന അൻറ്റിൽ ദെൻ ഈവിൾ ഈസ് ഹിയർ. അപ്പൊ അവര് വെടിവെക്കുമ്പം വെടി കൊള്ളാതിരിക്കത്തില്ല. അപ്പൊ അവര് വെടികൊള്ളുന്നവർ മരിക്കും. പക്ഷെ അത് അവരുടെ സഹനവും അവരുടെ മരണവും അവരുടെ പ്രാർത്ഥനകളും ചുറ്റുമുള്ള സമൂഹത്തെയും വരാനുള്ള തലമുറകളെയും
പോസിറ്റീവ് വേയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ട്രാൻസ്ഫോം ചെയ്യുകയും ചെയ്യും. ഇതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് വളരെ വാസ്തവമാണെന്ന് നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നിങ്ങൾ ആരോപിക്കുന്നത് പോലെ അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷന് വേണ്ടി പിന്നെയും അദ്ദേഹം 3 പ്രാവശ്യം ഒരാരോപണം ആവർത്തിച്ച് ഉന്നയിച്ചു. അതായത് അദ്ദേഹം പറയുന്നു, മുകളിൽ നിന്നൊരു ദൈവം ഇത് ഇടുന്നില്ല, ഞാൻ അതിനെ കൗണ്ടർ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു. ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു, മനുഷ്യനാണ് അധികാരങ്ങളെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ദൈവം വന്നിട്ട് കാരണം കർത്താവിന്റെ ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഇവർക്ക് വിശക്കുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി, ഫീഡ് ദം. ഇതാണ് നമ്മൾ, അല്ലാതെ ദൈവം മുകളിൽ നിന്ന് താഴോട്ടിട്ടു എന്നുള്ളതല്ല. ഫീഡ് ദം. അത് ഓൾഡ് ടെസ്റ്റമെന്റിൽ മന്ന മുകളിൽ നിന്ന് പൊഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ കർത്താവ് വന്നപ്പോ പറയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. യു ഹാവ് ടു ഫീഡ് ദം. നിങ്ങളാണ് ഭക്ഷിക്കാൻ കൊടുക്കേണ്ടത്, നിങ്ങളാണ് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഇതിനെ ട്രാൻസ്ഫോം ചെയ്യേണ്ടത്. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞത് ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ മനുഷ്യന്റെ ഉത്തരവാദിത്വത്തെയാണ് ക്രിസ്തു പഠിപ്പിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായി പലരും വ്യാഖ്യാനിക്കുന്നുണ്ടായിരിക്കാം. ഞങ്ങൾ ട്രൂ ക്രിസ്ത്യാനിറ്റിയാണ് പ്രഖ്യാപിക്കുന്നത്, അത് സ്ക്രിപ്ചറിൽ നിന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ വേണമെങ്കിൽ ഒരു ഫർദർ ഡിബേറ്റ് വെച്ചാൽ ബൈബിൾ എക്സ്പോസിഷൻ, ബൈബിളിൽ നിന്ന് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. എന്താണ് ക്രിസ്ത്യാനിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പൊ ദൈവം ആരാണ് എന്ന് ഇത് 5 മിനിറ്റോ മതി? 10 മിനിറ്റ് ഒന്നായിരുന്നല്ലോ പറഞ്ഞേ. ആ 10 മിനിറ്റ് എന്നാണ് എന്നോട് പറഞ്ഞേ. നിങ്ങളെന്തിനാ 5 മിനിറ്റ് ആവുന്നു? അതെ അപ്പൊ തെറ്റിപ്പോയതാണ്, സോറി. അവർക്ക് വേണ്ടി ഞാൻ സോറി പറഞ്ഞു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം ആരാണ്? അദ്ദേഹം ആദ്യത്തെ സെഷനിൽ അവതരിപ്പിച്ചു. ഏതാണ്ട് അദ്ദേഹം ഒരു കണക്കൊക്കെ പറഞ്ഞു, ഇത്ര കോടി ദൈവങ്ങളുണ്ടെന്നൊക്കെ. 800 കോടി ദൈവങ്ങളുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം ഈ ഭൂമിയിലുള്ള ഓരോ മനുഷ്യനും ദൈവമാണ്. നമുക്ക് താഴെയുള്ള ആളുകൾക്ക് ദൈവമാണ്. പ്രാർത്ഥന ഫലിക്കുന്നില്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരോടാണ്? പ്രാർത്ഥന എപ്പോഴും ഒരു അദൃശ്യനായ, ഒരു സ്വർഗീയനായ ഒരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. നമ്മളൊരു വില്ലേജ് ഓഫീസിൽ കൊണ്ട് കൊടുക്കുന്നതും പ്രാർത്ഥന ആപ്ലിക്കേഷനാണ്. ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാനോ, ഒരു ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടാനോ, ഇൻകം റെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടാനോ, ദാറ്റ് ഇസ് പ്രയർ. കോടതിയിൽ ചെന്നിട്ട് ജഡ്ജിയോട് പറയുന്നത് ദിസ് ഈസ് മൈ പ്രയർ, മൈ ലോഡ് എന്നാണ് വക്കീൽ പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ പ്രയർ. അപ്പൊ ലോകം മുഴുവൻ കോടിക്കണക്കിന് ആളുകൾ എല്ലാ ദിവസവും ശതകോടിക്കണക്കിന് പ്രാർത്ഥനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോ മനുഷ്യനും ദൈവമാണ്, എന്നാൽ പെർഫെക്റ്റ് അല്ല. ഈ ദൈവങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് they must become perfect God. അതുകൊണ്ടാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതുന്നത്, അവനെ നാം കാണുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ നാമും കാണുന്നത് കൊണ്ട് നാം അവനോട് സദൃശ്യന്മാരായിത്തീരും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് ഓരോ വ്യക്തികളും ദൈവമായി മാറാനാണ്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം. അതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഇതാണ് പുരാതനമായ ക്രിസ്ത്യാനിത്വം വിശ്വസിക്കുന്നത്. അതിങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്ലോഗൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും വിശുദ്ധ പൗലോസ് ശ്ലീഹായും ഇതാണ് പഠിപ്പിച്ചത്. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. നിർമ്മലസൂനുവിനെ അയച്ചോനാം ആത്താതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാം ഉദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കാൻ റൂഹായോട് ബന്ധിച്ചിടാൻ. ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ഓരോ വ്യക്തികളും ആ പുത്രനെ പോലെ പെർഫെക്റ്റ് ആകുവാൻ, ദീനാനുകമ്പയുള്ളവനും കരുണയുള്ളവനും സ്നേഹമുള്ളവനും മനസ്സലിവുള്ളവനുമായി മാറാൻ, മനുഷ്യൻ ദൈവതുല്യനാകാൻ ദൈവം മനുഷ്യതുല്യനായി. അല്ലാതെ നമ്മുടെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവം സാധനങ്ങൾ എന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.
അപ്പൊ നമ്മൾ ദൈവത്തെ പോലെ ആകണം, നമ്മൾ പുരോഗതി പ്രാപിക്കണം എന്നുള്ളതാണ് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം. അതാണ് അതിന്റെ അടിസ്ഥാന ശില. അതിനാണ് ദൈവത്തിന്റെ പുത്രൻ നമുക്ക് തുല്യനായി മാറി. എന്തിനാണ്? നമ്മൾ ഓരോരുത്തരും ദൈവപുത്രന് തുല്യരായി രൂപാന്തരപ്പെടണം. ആ ട്രാൻസ്ഫോർമേഷൻ ആണ്, അതിനാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നത് എന്തിനാണ്? നാം ക്രിസ്തുവിനെ പോലെ ആകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ. അപ്പൊ ഏതാണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു 400 കോടി ദൈവമുണ്ട്. അങ്ങനല്ല, ദൈവം ആരാണെന്നല്ല, ദൈവം എന്താണെന്നാണ് ക്രിസ്ത്യാനിറ്റി പറയുന്നത്. മറ്റ് മതങ്ങളിൽ ദൈവം ആരാണെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി ദൈവം എന്താണെന്ന് പറയുന്നു. ഹൂ ഈസ് ഗോഡ് എന്നല്ല ഞങ്ങൾ പറയുന്നത്, വാട്ട് ഈസ് ഗോഡ്. അതാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, ഗോഡ് ഈസ് ലവ്. ഇവിടെയാണ് എന്താണ് വ്യത്യാസം. അദ്ദേഹം പറഞ്ഞു ഒരുപാട് ദൈവങ്ങളുണ്ട്, ആ ദൈവം അവിടെ പേര് ഹൂ ഈസ് ഗോഡ് എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് വാട്ട് ഈസ് ഗോഡ്. ഗോഡ് ഈസ് ലവ്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലകൊള്ളുന്നു. ആ പെർഫെക്റ്റ് ലവ്, ആ ഫെലോഷിപ്പ്, ഇതിനെയാണ് ഞങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറയുമ്പോൾ ആ സ്നേഹബന്ധത്തെയാണ് സ്തുതിക്കുന്നത്. ആ സ്നേഹബന്ധത്തെ സ്തുതിക്കുമ്പോൾ ആ സ്നേഹബന്ധത്തിന്റെ ഇമേജ് നമ്മളിലേക്ക് വരുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും എങ്ങനെ സ്നേഹത്തിൽ വസിക്കുന്നോ അങ്ങനെ മുഴു മനുഷ്യവർഗവും സ്നേഹത്തിൽ വസിക്കുമ്പോൾ ഭൂമി സ്വർഗതുല്യമായി തീരും. ഇതാണ് നിന്റെ ഇഷ്ടം, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വരണമേ. അപ്പൊ ഓരോ ചെറിയ യൂണിറ്റുകളിലും ആ ട്രിനിറ്റേറിയൻ ലവിന്റെ റിഫ്ലക്ഷൻ വരുമ്പോൾ ഓരോ സ്നേഹത്തുരുത്തുകൾ രൂപപ്പെടും. ആ സ്നേഹത്തുരുത്തുകൾ സ്പ്രെഡായി അത് ലോകം മുഴുവൻ നിറയുമ്പോൾ, അതാണ് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി ദൈവത്തിന്റെ ജ്ഞാനം കൊണ്ട് നിറയും. അന്ന് ആരും കൂട്ടുകാരനെ ഉപദേശിക്കേണ്ടി വരില്ല. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. താങ്കൾ കേട്ടിട്ടുള്ളതൊക്കെ റോങ് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ടാണ് നമുക്കങ്ങനെ സംശയങ്ങൾ തോന്നുന്നത്. എനിക്ക് തോന്നുന്നു ഈ മിക്സറിന്റെ ഗെയിം കണ്ടാലും കൂട്ടി വെച്ചിരിക്കാൻ തോന്നുന്നു. അപ്പൊ ഇതാണ് ട്രൂ ക്രിസ്ത്യാനിറ്റി. ട്രൂ ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു. താങ്ക്സ് പാസ്റ്റർ ഷിബു. ഡിബേറ്റ് കൗൺസിൽ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത Q&A സെഷനാണ്. നമ്മൾ ടൈം കുറച്ച് നീണ്ടുപോയി. സോ നമുക്ക് എത്രയും വേഗം ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കാം. സോ ഫസ്റ്റ് ശ്രീ ജെയിംസിനോടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു 30 സെക്കൻഡ്സ് വളരെ ക്ലിയർ, ഷോർട്ട് ആൻഡ് കൺസൈസ് ആയിട്ട് ചോദിക്കണം. എനിക്ക് 2 ചോദ്യങ്ങൾ ഞാൻ വേഗം ചോദിക്കാം. ആരോടാന്ന് പറയണേ. ശ്രീ ജെയിംസിനോട്. അല്ല, അങ്ങനെ വേണമെന്നില്ല. ആര് വേണമെങ്കിലും ചോദിച്ചു. ആരോടാണ് അവർ പറഞ്ഞിട്ടോ ചോദിച്ചോട്ടോ. നമ്മളൊരു ടോട്ടൽ 10 മിനിറ്റ് 5 മിനിറ്റ്സ് വെച്ച്. അല്ല മറ്റേ അത് ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഈ ഡിസ്കഷനകത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, മനുഷ്യന് നമ്മൾ നോവെയർ ടു നൗവെയർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിനെ, ആ ഒരു കോംപ്ലക്സിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഈ രണ്ടും, ദൈവവും അല്ലാതെ സയൻസും ശാസ്ത്രവും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിന്റെ നമ്മളുടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് എനിക്ക് മനസ്സിലായത്, രണ്ടുപേരും ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു കുറച്ചുകൂടെ ശാസ്ത്രം ക്ലിയർ ആയിട്ട് എക്സ്പ്ലനേഷൻ കിട്ടിയാൽ നമുക്ക് ഈ പ്രാർത്ഥന വേണോ വേണ്ടയോ, അല്ലെങ്കിൽ ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ കുറച്ചുകൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ശാസ്ത്രത്തിന് തരാൻ സാധിക്കുമോ എന്നുള്ളതാണ് ജെയിംസിന് ആൻസർ പറയാതിരിക്കാം. അടുത്തത് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ സാധാരണ മനുഷ്യന് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. സാധാരണ മനുഷ്യൻ ഈ ക്വാണ്ടം തിയറിയും ഇവല്യൂഷൻ തിയറിയും ഒന്നും വായിച്ചാൽ മനസ്സിലാക്കാത്ത സാധാരണക്കാരാണ് സമൂഹത്തിൽ കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ള ഒരാൾക്കാർക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ രണ്ടുപേരും പറഞ്ഞു, സത്യത്തിൽ എനിക്ക് മനസ്സിലായത് രണ്ടുപേരും പറഞ്ഞത് പ്രാർത്ഥന എന്ന് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തിയാണ്. അല്ലാതെ നമുക്ക് അസാധ്യകരമായ ഒരു കാര്യം സാധ്യമാക്കാനായിട്ട് ഒന്നും ചെയ്യുന്നത് പാസ്റ്ററിന്റെ എക്സ്പ്ലനേഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. മനുഷ്യന്റെ മനസ്സിനെയാണ് നമ്മൾ ഈ നിയന്ത്രിക്കുന്നത്. അപ്പോൾ എനിക്ക് ചോദിക്കുന്നത്, ഈ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഈ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഈ പ്രാർത്ഥന എങ്ങനെയാണ് നമുക്ക് ദോഷമെന്ന് പറയാൻ പറ്റുന്നത്? അത് അയാൾക്ക് ഒരു സംതൃപ്തി ലഭിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥന ഒരു ദോഷമാണോ പ്രയോജനമാണോ?
ദയവ് ചെയ്ത് എല്ലാവരും ചോദ്യം വളരെ ചുരുക്കി ചോദിക്കുക. സമയത്തിന്റെ പരിമിതിയുണ്ട്, ലഞ്ച് കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം വളരെ ചുരുക്കി വളരെ പ്രിസൈസ് ആയിട്ട് ചോദിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി. ഉത്തരം പറയുന്നുണ്ടോ? പറഞ്ഞോളൂ. കേട്ടോ ചോദ്യം കേട്ടോ? ചോദ്യം അല്ല, കോൺഷ്യസ്നെസ്സിനെ കുറിച്ചല്ലേ ചോദിച്ചത്. ആ. കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വളരെ സബ്ജക്റ്റീവായ നമ്മുടെ ഒരു പെർസെപ്ഷൻ ആണ്, അല്ലെ? നമ്മുടെ ഫീലിങ്ങുകൾ, അല്ലെങ്കിൽ നിങ്ങളൊരു പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു, അപ്പൊ ആ പെയിൻ ഫീൽ ചെയ്യുന്നത് അത് വളരെ സബ്ജക്റ്റീവായ ഒരു കോൺഷ്യസ്നെസ് ആണ്. അതിനെ സബ്ജക്റ്റീവായ ഒരു സംഭവമാണ്, ഒരു 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 ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഇത് ചെയ്യുന്നതാണ്. അതിനെ എങ്ങനെയാണ് പ്രയറും ഇതൊക്കെ ആയിട്ടുള്ള ഒരു സാങ്കത്യം എന്ന് എനിക്ക് മനസ്സിലായില്ല. പാസ്റ്റർക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഫീലിംഗ് ആണ് എല്ലാം, അല്ലാതെ ആക്ച്വലായിട്ടൊന്നുമില്ല. ഈവൻ നമ്മൾ ക്ഷയിക്കാൻ തന്നാൽ പോലും ശാസ്ത്രം വെച്ച് നമുക്ക് പരസ്പരം ടച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടാറ്റങ്ങൾ ഒരിക്കലും ആക്ച്വലി കോണ്ടാക്ട് വരുന്നില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ഷയിക്കാണ്ട് എന്നാൽ അത് നമ്മുടെ ഫീലിംഗ് ആണ്. അപ്പോൾ എവറിത്തിങ് ഈസ് ഫീലിംഗ്. അതുകൊണ്ട് മൈൻഡ് അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആണ് അല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അപ്പോൾ ആ പറഞ്ഞതിനകത്തൊരു പോയിന്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചോദ്യം 30 സെക്കൻഡോട് തീർന്ന ചോദ്യം കേട്ടോ. പ്രിമിസസ് വേണ്ട, ജസ്റ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് പാസ്റ്ററോടാണ് ഒരു ക്വസ്റ്റ്യൻ. ഈ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ചൊരു മെത്തഡോളജി ഉണ്ടോന്ന്? കാരണം നമ്മുടെ ജെയിംസ് 2 മാസം കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കുക, അതുകൊണ്ടാണ് ഈ സംഭവം ഇത്ര ശുഭകരമായിട്ട് നടക്കുന്നത് എന്ന് താങ്കൾ എവിടെ നിന്ന് മനസ്സിലാക്കി? എങ്ങനെ അത് മനസ്സിലാക്കി? അതിന്റെ മെത്തഡോളജി എന്താണ്? അതെ, ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് പല മെത്തേഡിൽ പ്രാർത്ഥിക്കാം. ഈവൻ വിഷ്വൽ തിങ്കിങ് ഈസ് ഓൾസോ കൺസിഡർ ആസ് എ പ്രയർ. അപ്പൊ ഇദ്ദേഹം ഇത് നന്നായിട്ട് നടക്കണേ എന്ന് ഒരു പ്രാവശ്യം പോലും ചിന്തിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം സാക്ഷ്യം പറയട്ടെ. ഇവരുടെ മാസികയുടെ അവസാനം അനുഭവ സാക്ഷ്യം കൊടുത്തിട്ടുള്ളൂ. അല്ലെ, ഒരു സാക്ഷ്യം പറയട്ടെ, ഇത് ഞാൻ 100% പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും നിരന്തരമായ പ്രാർത്ഥനയാണ്. ജോസഫ് സാറ് പ്രാർത്ഥിച്ചില്ലേ? അമേരിക്കയിലോട്ട് വരുമ്പം അത് യാത്ര നന്നായിരിക്കണം, അവിടെ എല്ലാം കാലാവസ്ഥ നന്നായിരിക്കണം, കാഴ്ചകൾ കാണാൻ പറ്റണം, പ്രാർത്ഥിക്കും. എല്ലാ മനുഷ്യരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. പിന്നെ ഒരു മതപരമായ ഒരു ക്ഷേത്രത്തിൽ പോയോ അല്ലെങ്കിൽ മുട്ടുകുത്തിയോ ഉരുണ്ടോ പ്രാർത്ഥിച്ച് കാണത്തില്ല. പക്ഷെ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. മനുഷ്യന് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം അവനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതിന് പാസ്റ്റർ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അതിനൊരു മറുപടി എനിക്ക് പറയണം. പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടന്നത്, ഞാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനൊരു നല്ല ഒരു കൃത്യമായ ഒരു കാര്യം പറയാം. കോവിഡ് കാലത്ത് വാക്സിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് കോവിഡ് വന്ന ഒരാളാണ്. കാരണം ഞാൻ മെഡിക്കൽ ഫീൽഡിലാണ് ജോലി ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, കോവിഡ് വളരെ സിവിയർ ആയിട്ട് എനിക്ക് വന്നിരുന്നു. മരിച്ചു പോകുമെന്ന് സാധ്യതയുണ്ടെന്ന് കരുതിയിരുന്നു. ഞാൻ എൻ്റെ കൈകൊണ്ട് ഞാൻ വിൽപത്രം, എൻ്റെ മോൾക്ക് ഇതെന്ന് പറഞ്ഞുകൊണ്ട് വിൽപത്രം വരെ എഴുതി വെക്കുന്ന സ്റ്റേജ് വന്നു. പക്ഷെ മരിച്ചു പോകുന്നു വന്നേരം അന്ന് വാക്സിൻ വന്നിട്ടില്ല. അങ്ങനെ വന്ന ഒരാളാണ്. അതിനുശേഷം ഞാൻ അതിജീവിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ലേഖനം എഴുതിയിരുന്നു, കോവിഡിനോട് പൊരുതിയ നാളുകൾ എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് കോവിഡ് പിന്നെ വളർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, 10,000-കണക്കിന് മനുഷ്യർ ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ലേഖനം വളരെയധികമായിട്ട് വായിക്കപ്പെട്ടിരുന്നു. എല്ലാവരും അത് ഷെയർ ചെയ്തു. 10,000-കണക്കിന് ഷെയറിങ് തന്നെ ഉണ്ടായിരുന്നു, ആളുകൾ വായിച്ചിരുന്നു. അങ്ങനെ ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഏഷ്യാനെറ്റും ഫ്ലവേഴ്സ് ചാനൽ 2 ചാനലുകാർ എന്നെ എന്നെ കോൺടാക്ട് ചെയ്തു. നിങ്ങൾ ഓർക്കണം, വാക്സിൻ വന്നിട്ടില്ല, ആളുകൾ 10,000 ദിവസം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു ചാനൽ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർ ആദ്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പറഞ്ഞത് ദൈവാനുഗ്രഹത്താൽ, അദ്ദേഹത്തിന് ഞാൻ നിരീശ്വരവാദിയൊന്നും അറിയില്ല, ദൈവാനുഗ്രഹത്താൽ ജെയിംസ് കോവിഡിനെ അതിജീവിച്ചല്ലോ, ആ കോവിഡിനോട് പൊരുതിയ അനുഭവങ്ങളൊന്ന് വിവരിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനതിന് മറുപടി ആദ്യം പറഞ്ഞത് പുള്ളിയുടെ ആ ഇൻട്രൊഡക്ഷനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ കോവിഡ് വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കുകയുമില്ല, പ്രാർത്ഥിച്ചാൽ എൻ്റെ കോവിഡ് ഭേദമാവില്ല എന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഹോസ്പിറ്റൽ വിളിച്ചപ്പോൾ അവർ അങ്ങോട്ട് വരാൻ പോലും സമ്മതിക്കില്ല. യു ക്യാൻ ബ്രീത്ത്, സോ ഡോണ്ട് കം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ അല്ലാതെ തന്നെ, ഒരു പക്ഷേ മരിച്ചു പോയാൽ എന്ത് ചെയ്യണമെന്നുള്ള പ്രിക്കോഷൻസും വിൽപത്രം പോലും വെള്ള പേപ്പറിൽ എഴുതി വെച്ചുകൊണ്ട് ഞാൻ അതിന് തയ്യാറാവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അത് പിൻവലിക്കണം. പിന്നെ ദൈവത്തോട് ഞാൻ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടല്ല ഞാൻ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടത്, എൻ്റെ ഇമ്മ്യൂണിറ്റി കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ള, വാക്സിൻ ഇല്ലായിരുന്നെങ്കിലും രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അവൻ ആ ഇന്റർവ്യൂ കൊടുത്തില്ല. കാരണം ഞാൻ ഇതിനെ തുടക്കത്തിൽ തന്നെ നിഷേധിച്ച് ഇത് പറയുന്നത് കൊണ്ട് പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്ന് കോവിഡ് വന്നിട്ട് ചാകാൻ കിടന്നപ്പോഴും ഒരു ദൈവത്തെയും വിളിക്കാത്തവനാ ഞാൻ. അതാണ് ഉർമീസ്. ഈ പ്രാർത്ഥന പഠിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം, അല്ലേ? പക്ഷെ അത് 2 പേര് പ്രസംഗം കേട്ട സമയത്ത് എനിക്ക് ഈ പ്രാർത്ഥനയുള്ള വിശ്വാസം വർദ്ധിക്കുകയും ചെയ്തത്. കാരണം പറയാം, ഒരു നിരീശ്വരവാദികളുടെ ഒരു യോഗത്തില് ഒരു മനുഷ്യൻ ദൈവമില്ല എന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു. സമർത്ഥമായിട്ട് ദൈവമില്ല എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചു.
അവസാനം ഒരു വെല്ലുവിളി നടത്തിയായിരുന്നു. വെല്ലുവിളി എങ്ങനെയായിരുന്നു? ദൈവം ഉണ്ടെങ്കിൽ ഇപ്പോ ഞാൻ മരിച്ചു വീഴണം എന്നാണ് അയാൾ വെല്ലുവിളി നടത്തിയത്. പക്ഷെ അയാൾ മരിച്ചില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ശരിയാണ്, ദൈവം ഇല്ലാന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? ചോദ്യം ഇതാണ്. അപ്പോൾ എനിക്ക് ജെയിംസിന്റെ പ്രസംഗം എനിക്ക് ഒന്ന് തോന്നി, ഇയാൾ നേരെ വീട്ടിൽ ചെന്നു. ഈ പ്രാസിനെ വീട്ടിൽ ചെന്നപ്പോ വീട്ടിലൊരു മകനുണ്ട്, കൊച്ചു മകൻ. അവിടെ ഒരു കത്തിയും പിടിച്ച് നിൽക്കുകയാണ്. കത്തിയും പിടിച്ചിട്ട് അപ്പനെ കുത്താൻ ചെല്ലുക. അപ്പൊ ഈ അപ്പൻ എന്ത് പറഞ്ഞു? മോനെ, നീ തമാശ പറയലടാ, ഇത്ര ഇവിടെ ഉണ്ട്. താങ്കൾ പറഞ്ഞത് കുറിച്ച് കിടന്നല്ല പറഞ്ഞത് ഈ പർവ്വതത്തിൽ ഈ തോട്ടത്തിൽ വെച്ചാണ്. പിന്നൊന്ന് താങ്കൾ പറഞ്ഞ ഈ യുദ്ധമൊക്കെ ചോദ്യം മാത്രം പ്ലീസ്. ചോദ്യം ഇല്ലെങ്കിൽ മൈക്ക് തിരിച്ചു കൊടുക്കുക പ്ലീസ്. ഓക്കെ, ചോദിക്കട്ടെ ഓക്കെ. നിങ്ങൾ എങ്ങനെയാണ് ദൈവം തിരിച്ചറിയാൻ? WD-40 കണ്ടുപിടിച്ചത് 39 പരീക്ഷണം തോറ്റതിന് ശേഷം 40ാമത്തെ പരീക്ഷണത്തിലാണ് അത് വിജയിച്ചത്. ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ച് അനേക പരീക്ഷണങ്ങൾ. വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് 40. ചോദ്യത്തിലേക്ക് വാ. എനിക്ക് ചോദ്യമില്ലെന്ന് ജെയിംസിന് എങ്ങനെയാണ് മനസ്സിലായെന്നുള്ളതാണ് ചോദ്യം. വളരെ ചുരുക്കി ചോദിച്ചിരുന്നത്. ചോദ്യമില്ലെന്ന് എന്നോട് പാസ്റ്ററാ പറഞ്ഞു, അതിലൊരു ചോദ്യമില്ലെന്ന്. ഞങ്ങൾ ശത്രുക്കളൊന്നും അല്ല കേട്ടോ, ഞങ്ങള് എത്ര പരീക്ഷണം ഞാൻ പറഞ്ഞു. എത്ര പരീക്ഷണങ്ങൾ നടത്തിയാൽ ദൈവത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്നു? കാരണം ബൾബ് പഠിക്കാൻ 35 പരീക്ഷണം എടുത്തു, വാട്ടർ ഡിസ്പ്ലേസ്മെന്റ് പഠിക്കാൻ 40 പരീക്ഷണം എടുത്തു. അപ്പൊ ദൈവത്തെ കണ്ടുപിടിക്കാൻ ഇനി പരീക്ഷണം നടത്താമെന്നാണോ അത് ഉദ്ദേശിച്ച് നിൽക്കുന്നത്? ചോദ്യം അതായിരിക്കും ചിലപ്പോൾ. അല്ലെങ്കിൽ മറ്റേ കല്ല് തള്ളി വലിയ തള്ളലാണോ, മറ്റേ മസിൽ വെക്കാനായിട്ട് അങ്ങനെ നമുക്ക് അങ്ങനെയാണെന്ന് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. എനിക്ക് പാസ്റ്ററോടാണ് ചോദിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ദൈവഹിതം ആണ് നടക്കാൻ പോകുന്നതെന്ന്. അപ്പൊ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവഹിതമല്ലേ നമുക്ക്? പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ദൈവത്തിന്റെ ഹിതമാക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ പറഞ്ഞില്ലായിരുന്നു പ്രാർത്ഥനയുടെ ഗുണങ്ങൾ കുറച്ച്. ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് എന്താ പറയാ, മെഡിറ്റേഷൻ വഴിയോ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്തുനിന്നോ ക്ലിനിക്കൽ മെഡിസിൻസ് കഴിച്ചിട്ടോ ഒക്കെ മാറ്റാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രാർത്ഥന കൊണ്ട് എക്സ്ട്രാ എന്തെങ്കിലും ഗുണമുണ്ടോ? ഈ ദൈവത്തിന്റെ ഹിതമാണോ ഇല്ലയോ എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് പ്രാർത്ഥന കൊണ്ട് പ്രയോജനം ഉണ്ടോ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഇപ്പൊ പ്രാർത്ഥന മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളാരും പറഞ്ഞില്ല. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം. അപ്പം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഇപ്പം ഒരു ദേശത്ത് വലിയ വരൾച്ചയാണ്, അപ്പം അവിടെ മഴയില്ല. അപ്പോൾ ഒരാളിരുന്ന് പ്രാർത്ഥിക്കുക, ഒരു മഴ പെയ്യണേ, അപ്പൊ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മഴ വരും. അപ്പൊ മഴ വരുമ്പോൾ പ്രാർത്ഥിക്കാതെ അപ്പുറത്തിരുന്നവനും ആ മഴ കിട്ടും. മനസ്സിലായോ? അപ്പൊ പ്രാർത്ഥിച്ചതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അതായത് ഈ വരൾച്ചയുടെ കാലഘട്ടത്തിൽ അവൻ ആ വരൾച്ചയെ അതിജീവിക്കാനും, ആ വരൾച്ച നമ്മുടെ ജോസഫ് സാർ പറഞ്ഞ പോലെ ബലഹീനന് അത്താണിയാണ്. അവന് അവന്റെ മൈൻഡിൽ അവന് ആ പീസ് കിട്ടും. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നതിലുള്ള സകല സമാധാനത്താലും നിങ്ങൾ നിറയുമാറാകട്ടെ. പ്രാർത്ഥിക്കുന്നവന് ആ സമാധാനം ഉണ്ടാവും. നിങ്ങളോട് പ്രാർത്ഥിക്കാൻ ആരും നിർബന്ധിക്കുന്നില്ല. പ്രാർത്ഥനയോട് പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രയോജനമുണ്ട്. അപ്പൊ ഡിബേറ്റിന്റെ വിഷയം അതാണ്. പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ട്, 100%. അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നിർത്താം, നമ്മുടെ ടൈം കഴിഞ്ഞു. അവസാനത്തെ ചോദ്യമാണ്. ഇത് കഴിഞ്ഞിട്ട് ലഞ്ച് തുടങ്ങാം. വേണമെങ്കിൽ Q&A സെഷൻ ലഞ്ച് നടന്നുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റോടെ നീട്ടാം വേണമെങ്കിൽ. പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം കൂടെ എടുക്കാം. ചോദ്യം പാസ്റ്ററിനോടാണ്. പാസ്റ്റർ പറഞ്ഞിരുന്നത് AD 70 ജൂതന്മാര് വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ്. AD 70 ആകുമ്പോഴത്തേനും അവർ ബാക്കിയുള്ള വിചാരിയുടെ അടുത്തേക്ക് മറ്റേ ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ആദ്യത്തെ സുവിശേഷം എഴുതുന്നതിന്റെ AD 70 അതിന് ശേഷമാണ്. മാർക്കോസിന്റെ സുവിശേഷം എന്നുള്ളതാണ് സ്കോളേഴ്സ് എല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറഞ്ഞ കാര്യം നടന്നതിന് ശേഷം ഒരു കാര്യം പറഞ്ഞിരുന്നത് നേരത്തെ 30-40 വർഷം മുമ്പ് മരിച്ചുപോയിരുന്ന യേശുക്രിസ്തു പറഞ്ഞിരുന്ന കാര്യം അത് പ്രഡിക്ഷൻ ആയിട്ട് എങ്ങനെയാണ് കണക്കാക്കപ്പെട്ടത്? AD 70 ശേഷം പുതിയ നിയമത്തിൽ ഒരു പുസ്തകം എഴുതപ്പെട്ടിട്ടില്ല. എല്ലാ ന്യൂ ടെസ്റ്റ്മെന്റ് പുസ്തകങ്ങളും AD 70 മുമ്പ് എഴുതപ്പെട്ടു. AD 70 ശേഷം ഈ പുസ്തകങ്ങൾ എഴുതപ്പെട്ടു എന്നുള്ളത് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് ലോകം അവർക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവചന കച്ചവടം നടത്താൻ വേണ്ടി അത് $1 ബില്യൺ ബിസിനസ് ആയതുകൊണ്ട് അവർ വ്യാജമായിട്ട് പറഞ്ഞതാണ്. ആദ്യം എഴുതപ്പെട്ടത് മത്തായിയുടെ സുവിശേഷമാണ്. അത് AD 40 എഴുതപ്പെട്ടു. AD 70 മുമ്പ് എല്ലാ ന്യൂ ടെസ്റ്റ്മെന്റ് ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടു. ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഇവിടെ ഒരു വലിയ ബിസിനസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ AD 100 എഴുതി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
ഓക്കെ, കേൾക്കണോ? ചോദിക്കണമോ? Yeah. ഹലോ, ചോദിച്ചോ, ലഞ്ച് കൊടുക്കണം. അല്ല, നമ്മളൊരു സാധാരണക്കാരനാണ്, സംസാരിക്കാമോ? ആരാ സാധാരണക്കാരൻ? അവസാനിപ്പിക്കാം. ഭക്ഷണം കഴിച്ചുകൊണ്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അല്ല. പേഴ്സണലി ചോദിക്കാവുന്നതാണ്. എന്തൊക്കെയാലും മൈക്ക് എടുത്തു. അത് ഞാനൊരു നന്ദി പറയാണ് പാസ്റ്ററിനും ഈ ഡിബേറ്റ് രണ്ടുപേരും നടത്തുന്നുണ്ട്. പ്രാർത്ഥന, നമ്മളൊരു പ്രാർത്ഥന എത്തിക്കുന്ന ആളുമല്ല, എന്നാൽ എസൻസിന്റെ ആളുമല്ല. പക്ഷെ ഇന്നിപ്പോ പാസ്റ്റർ പറഞ്ഞപ്പോ നമുക്ക് കുറച്ചും കൂടി പ്രാർത്ഥിക്കണമെന്ന് തോന്നുകയാണ്. കാരണം പ്രാർത്ഥന കൊണ്ട് ഇത്രയും ബയോളജി ഓഫ് ഫെയ്ത്ത് അങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പൊതുവെ പ്രാർത്ഥനാ ചൈതന്യമുള്ളവരില് ഒരു പ്രസന്നതയൊക്കെ കാണുന്നുണ്ട്. പള്ളി പോകുമ്പോ അപ്പൊ ഇത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ എന്താണ് നേടാൻ പോണേന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രാർത്ഥന അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം എന്താണ്, നിങ്ങള് ഇതിന് ഒരു മുന്നോട്ട് ഒരു യാത്രയില് നിങ്ങളിപ്പോ ഒരാള് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ഒരാൾ പ്രാർത്ഥിക്കണം, മുന്നോട്ടുള്ള യാത്രയിൽ ഒരു 200 വർഷം അല്ലെങ്കിൽ 250 വർഷം മുന്നോട്ട് പോകുമ്പോൾ എന്തായാലും ദൈവിക ചിന്തകളുടെ ചോദ്യത്തിലേക്ക് വാ, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്. ചോദ്യത്തിലേക്ക് ഇതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പ്രാർത്ഥന ഞങ്ങൾക്ക് മനുഷ്യർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ എന്തിനാണ് പ്രാർത്ഥന വേണ്ടെന്ന് പറയുന്നത്? പ്രാർത്ഥന കൊണ്ട് ഉപകാരം ഉണ്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരാളല്ല, പക്ഷെ പല പ്രാർത്ഥനക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ആശ്വാസത്തോടെ വേണ്ടി പോവുകയും അവരുടെ വ്യത്യാസങ്ങൾ വരികയും ചുറ്റുപാട് മാറ്റങ്ങൾ വരികയും അവർ സയൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടെങ്കിൽ, ഒരു സമൂഹത്തിന് ഉപകാരം ഉണ്ടെങ്കിൽ, ആ പ്രാർത്ഥനയെ നിഷേധിക്കുന്നതിന്റെ എന്ത് കാര്യമാണ് നമുക്ക് ലഭിക്കുന്നത്? നമ്മള് അതിന് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു. പ്രാർത്ഥനയുടെ ഗുണങ്ങളാണ് പാസ്റ്റർ പറഞ്ഞത്. ധാരാളം പോയിന്റുകൾ അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രാർത്ഥന എത്രമാത്രം നിരർത്ഥകമാണ്, പ്രാർത്ഥന എത്ര നിഷ്ഫലമാണ് എന്നാണ് ഞാൻ ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞത്. അതിൽ കൂടുതൽ എന്താണെന്ന് പറയാനുണ്ടോ? ഡിബേറ്റ് ഇത്ര സക്സസ്ഫുൾ ആക്കിയ സംവാദങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. പാസ്റ്ററും അറിഞ്ഞുമ്പോൾ ഒരു 2 മിനിറ്റ് വളരെ ഒരു എന്താ പറയാ, വളരെ ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ആയിരുന്നു അവിടെ. എനിക്കറിയില്ല, നമ്മള് പണ്ടൊരു മെലഡി ഒരു ചോക്ലേറ്റിന്റെ ആഡ് കണ്ട ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല. ആർഗ്യുമെന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട്, കാരണം വളരെ ഇതേ ടോപ്പിക് അല്ലെങ്കിൽ പോലും ഈ ടോപ്പിക്കില് വളരെ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്. ബട്ട് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു ഇത് തന്നു. രണ്ടുപേരും അവരുടേതായ പോയിന്റുകൾ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഞാൻ ഒന്ന് മിസ്റ്റർ ഫ്രാൻസിസ് തോട്ടത്തിനെ സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കുകയാണ്. നമ്മുടെ പാസ്റ്റർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഫോർ ജോയിനിങ് us for such a amazing debate. Francis Thottathil, he is a writer and a poet. Let me invite him onto the stage. Thank you so much. അടുത്തതായിട്ട് മിസ്റ്റർ ഹരിദാസ് തങ്കപ്പനെ ഞാൻ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. He's a drama artist, script writer and also a singer. Thank you so much. Thank you. ഇനി എസൻസിന് ഒരു ചടങ്ങ് കൂടെയുണ്ട്. എസൻസ് ഒത്തിരിയേറെ ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട്. ഇതിനു മുമ്പ് പാസ്റ്ററും സി രവിചന്ദ്രനുമായിട്ട് കഴിഞ്ഞ 20 വർഷം ഡെട്രോയിറ്റിൽ വെച്ച് നടത്തിയിരുന്നു. എല്ലാ ഡിബേറ്റുകളും അവസാനിക്കുമ്പോൾ ഡിബേറ്റ് ചെയ്യുന്നവര് കെട്ടിപ്പിടിച്ചാണ് എസൻസില് ആലിംഗനം ചെയ്തുകൊണ്ടാണ് പിരിയാറ്. കാരണം ഞങ്ങൾ ശത്രുക്കളൊന്നും അല്ല, ജയിക്കാനോ തോൽപ്പിക്കാനോ ഒന്നുമല്ല. ശ്രീനാരായണ ഗുരു പറഞ്ഞ പോലെ അറിയാനും അറിയിക്കാനും മാത്രമാണ് ഡിബേറ്റ്. ഞങ്ങളുടെ ആ ചടങ്ങ് Let's agree to disagree. Glorious moments കണ്ടതിന് നന്ദി.